അന്തരംഗങ്ങളിൽ ആദിയുഷസ്സിന്റെ ആത്മപ്രകാശം പരത്തി ആയിരം സന്ധ്യകൾ ധ്യാനിച്ചൊരുക്കിയ അണിയറയിലേക്കൊരു യാത്ര. ഇതു ഭാവപ്രപഞ്ചത്തിൻ തീർത്ഥയാത്ര. ആത്മപ്രകാശം പരത്തി അന്തരംഗങ്ങളിൽ ആദിയുഷസ്സിന്റെ ആത്മപ്രകാശം പരത്തി ആയിരം സന്ധ്യകൾ ധ്യാനിച്ചൊരുക്കിയ അണിയറയിലേക്കൊരു യാത്ര. ഇതു ഭാവപ്രപഞ്ചത്തിൻ തീർത്ഥയാത്ര. ആയിരം സന്ധ്യകൾ ധ്യാനിച്ചൊരുക്കിയ അണിയറയിലേക്കൊരു യാത്ര. ഇതു ഭാവപ്രപഞ്ചത്തിൻ തീർത്ഥയാത്ര. കനവിന്റെ മഷി കൊണ്ടു കാലം വരച്ചിട്ട കടലാസു ചിത്രങ്ങളെല്ലാം. കനവിന്റെ മഷി കൊണ്ട് കാലം വരച്ചിട്ട കടലാസു ചിത്രങ്ങളെല്ലാം. കൺമുന്നിൽ ജീവന്റെ സ്പന്ദനം പാടുവാൻ കാലം ഒരുക്കിയ നിലവറ. ഇതു കഠിന ഹൃദയത്തിനെ കൽഹാരമാക്കും കമനീയ സ്നേഹത്തിനണിയറ. ഇതു കഠിന ഹൃദയത്തിനെ കൽഹാരമാക്കും കമനീയ സ്നേഹത്തിനണിയറ. കമനീയ സ്നേഹത്തിനണിയറ. കമനീയ സ്നേഹത്തിനണിയറ. അണിയറയുടെ ആവിർഭാവത്തിന് പ്രേരണയും പ്രചോദനവും നൽകിയ അനുഗ്രഹീത കലാകാരന്മാരായ ഭരത് PJ ആന്റണി, ചാച്ചപ്പൻ ഗീത, ആർട്ടിസ്റ്റ് കേശവൻ എന്നിവരുടെ പാവന സ്മരണയ്ക്ക്
പറഞ്ഞ കേട്ടാ ഇവിടെ കൂട്ടാ ദൈവം സഹായിച്ച് ഈ ട്രിപ്പ് അങ്ങോട്ടാക്കി കിട്ടി. പിന്നെ പോകണ്ടേ? അതാണ് കാട്ടി കിടക്കാൻ പറ്റാ. എന്റെ പൊന്നെ ഭയങ്കര ഈ നടുവിളക്കുള്ള ഉപദേശങ്ങൾ തന്നെ കേട്ടാ. കാര്യം നീ വണ്ടി വന്ന് മരത്തി വന്ന് കയറാതിരിക്കാൻ വേണ്ടി വഴി തുറന്ന് നിർദ്ദേശങ്ങളൊക്കെ തന്നതില് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ ഇത് ഒരു 50 രൂപ എടുക്കാതെ ചോറ് നിന്നെ പറ്റിന്ന് നിന്റെ പറ്റി തന്നോണ്ട് എന്റെ പറ്റിന്നാ. എന്തുട്ട് കൊമ്പിടായി ഒരുമ എന്റെ പൊന്നു സാഹോ, ഈ റോഡിലെ മരം മാറ്റുന്നതൊക്കെ PWD അല്ലാണ്ട് അതിനകത്ത് വെക്കുന്ന 5 or 10 പേർക്ക് വേണ്ടിയിട്ടൊന്നും ഡിപ്പോയിന്ന് വണ്ടി വിട്ട് തരില്ല. ഇതെന്തൊക്കെ കുരിശാപ്പായത്. എന്റെ പൊന്നു കെട്ടണേ, ഈ ഓടി കടിഞ്ഞ നിങ്ങളുടെ ഇല്ലേട്ടാ. ഞാൻ നമ്മുടെ വണ്ടി സൈഡ് ആക്കിട്ട് വരട്ടെ. പക്ഷേ അരമണിക്കൂർ കഴിയും. അതിപ്പോ അറിയുമ്പോ സാറേ അപ്പൊ ഇവിടെ ചേച്ചി പറഞ്ഞ പോലെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഒത്തുപിടിച്ചാൽ മരവും പോരും എന്നാണല്ലോ. സാന്ദർഭികമായി അവധി പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ആ പണത്തത് അങ്ങനെയല്ല ഏട്ടാ. ഒത്തുപിടിച്ചാൽ മല പോരും. മല മല അല്ല വൈശാഖ, നീ അമ്മയുടെ കാര്യം വീട്. നീ എന്താ പ്രാർത്ഥിച്ചെന്ന് പറ. അപ്പൊ ഒറ്റൊരു വായ നോക്കി കേട്ടോ. ഓന്നാ ഓന്ത് നോക്കി നിന്റെ ചോര പിടിച്ച വണ്ടി പോകത്തില്ല. ഇരുട്ട് മുമ്പ് ലെവലെ സബ്ജക്ട് എത്തിക്കണം. നീ ആ ഫോൺ ഒന്നും വെയ്യണേ. അതെ, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാട്ടോ ചക്കര. 5 മിനിറ്റ് കഴിഞ്ഞാൽ നീ വീണ്ടും വിളിക്കുന്ന എന്തിനാണ് പെങ്ങളെ? കാലത്ത് ലെവലെ കോടതിയിൽ ഹാജരാക്കിയപ്പോ തൊട്ട് തുടങ്ങിയ കുറലാണ് അടങ്ങണേ. ഈ ജീവന്റെ പോരാളിമാരെ സമ്മതിക്കാൻ കേട്ടോ. ലെവലെ കൊച്ചു മുന്നോട്ട് പാണ്ടല്ലോ. വെറുതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മതി. അയ്യോ, ഇഷ്ടപ്പെട്ടില്ല. നീ നോക്കിയാണ് പുതുമോടിയാണ് പുതുമോടി. കല്യാണം കഴിഞ്ഞ് 5 ദിവസമായിരുന്നു. കുറ്റം പറയരുതല്ലോ. കല്യാണം കഴിഞ്ഞ് ഭാര്യയ്ക്ക് ചായ ചെയ്തതിന് ശേഷം കിട്ടണമൊക്കെ പോളപ്പോ പണികളാണ് കേട്ടാ. നീ പറയുന്നു പ്രമാദമായ കേസിലെ പ്രതിയെ കൊണ്ട് യവനെ കൊണ്ട് പീരുമേട് കോടതിയിലേക്ക് ബന്ധവസ് ഡ്യൂട്ടി തിരിച്ചു പോകാൻ നേരം തള്ളേടാ പരിപാടിയിലും. അതെ, ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ആരോടും പറഞ്ഞില്ല. പഴഞ്ചൊല്ല് തെറ്റിപ്പോയതാണ്. നീ റെഡിയാണ്? നീ എന്താ റെഡിയായത്? ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാന്നല്ലോ ചക്കരെ പറഞ്ഞ. അത് ശരി, 5 മിനിറ്റ് ആയ അപ്പോൾ വാച്ചിൽ നോക്കിയിരിക്ക. അതെ, ഞാൻ പിന്നെ വിളിക്കാം. പ്രതിയുടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്താ സാറേ പ്രശ്നം? എന്നോട് പറഞ്ഞത്. അത് ശരി, സാറ് വീട്ടിലെ ചേച്ചി എന്താ പ്രശ്നം? കൊള്ളാം, ചേച്ചി വീട്ടില്ല. ചേട്ടാ എന്താ പ്രശ്നം? ഇതാണോ പ്രശ്നം? അല്ല, ആരോ ഈ മര പ്രശ്നം. ഇനി വേറെ വണ്ടി വിളിക്കോ? അതോ നമുക്ക് നടന്നു പോണോ? അതോ ആ ബസ് എടുത്ത് അപ്പുറമായിട്ട് മാറ്റണോ? തൽക്കാലം ഈ മരം സഹായിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഈ മരം മാറ്റണം. ഇപ്പൊ ശരിയാക്കി
ടച്ചിലിരുന്ന് വീടാണോ ചക്കര കുട്ടി? അത് കുഴപ്പമില്ലെന്നേ പറഞ്ഞു. ആരെന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരി അണിയറ അവതരിപ്പിക്കുന്നു നോക്കുകുത്തി. നാടകരചന ഹേമന്ത് കുമാർ, സംഗീതം അനിൽ മാള, രംഗപടം ആർട്ടിസ്റ്റ് കലാരത്ന സുജാതൻ, കാര്യദർശി അന്ത്രയോസ് മാറാട്ടുകുളം, നിർമ്മാണം ഹൈദരാലി മക്കത്ത്, ദീപ സംവിധാനവും നാടക സംവിധാനവും രാജേഷ് ഇരുളം. ഒരു മണലോറി സംശയമുണ്ട്. അപ്പൊ അത് സ്വീകരിക്കുമല്ലോ. പയ്യന്നൂർ ഭാഗത്ത് സാറേ കണ്ടില്ല സാറേ, സച്ചോട്ടൻ കൈയാണിച്ച കണ്ടില്ല സാറേ. സാറേ എന്നെ എങ്ങനെയാണ് നിന്ന് ഒഴിവാക്കണം സാറേ, പ്ലീസ് സാറേ. സാറ് വരുമ്പോ പറഞ്ഞാ മതി. നുണ പറയാൻ നല്ല തല്ലു കൊടുക്കട്ടോ. എന്നാ അങ്ങോട്ട് മാറിക്കടാ. സാറേ അങ്ങോട്ട് മാറിയില്ല. അപ്പൊ സംഭവം കയ്യിൽ കിട്ടി അല്ലേ? ഞങ്ങൾ ഇവിടെ എത്ര മുന്നേ SP ഓഫീസിൽ മെയിൽ വന്ന് കിടക്കുകയാണ്. പിന്നെ വേണം തന്നെ കൈയോടെ തന്നു കേട്ടാ. ഇനി ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ വിടണം. എന്റെ ആദ്യത്തെ സസ്പെൻഷൻ ആണെന്നും പറഞ്ഞ് ഞാൻ പിന്നെ വിളിക്കാൻ പോണ. എന്താ മോള്? മോള് ആരുടെ മോള്? നീ ഇനിയാ വിളി നിർത്തിയില്ല അല്ലേ? എന്തിനാ നിർത്തുന്നത്? ഫ്രീയായില്ലേ? പോയി ഹോളിലേക്ക് അടിച്ച് പൊളിക്ക്. അല്ല ഇവരെല്ലായിരുന്നോ കല്യാണം കഴിച്ച് പെണ്ണിന്റെ കൂടെ ഇരിക്കാൻ കൈ കിട്ടുന്നില്ല കൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരുന്നത്? ഇനിയിപ്പോ ഇഷ്ടംപോലെ കൈ കിട്ടിയല്ലോ. സാധ്യം കുത്തല്ലേ സാറേ, മാഡം വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞോണ്ടാ ഞങ്ങൾ നിൽക്കണേ. ചിലപ്പോഴേ ഈ സസ്പെൻഷനിൽ പല ഇളവും ഏർപ്പാടാക്കി തരാനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മാഡം നിങ്ങളെ വിളിച്ച ചീത്തയൊന്നും പോരാഞ്ഞിട്ടാ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നതെന്ന്. അല്ലെങ്കിലും അവിടെ ഗ്രാവിറ്റിയുള്ള ഒരു പ്രതിക്ക് എസ്കോട്ട് പോവാൻ മാഡം നിങ്ങളെ വിട്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ്. അമ്പലപ്പറമ്പിലെ ഡ്യൂട്ടിയും ചോദിച്ചു വാങ്ങി നാടകം കണ്ട് നടക്കണ പോലല്ല കുറ്റവാളികൾക്ക് ബന്ധവസ് നോക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? നീ അമ്പലപ്പുറമ്പ് മുഴുവൻ ഇഷ്ടംപോലെ നാടകം കാണാമല്ലോ. അല്ല മഹേഷേ, നിങ്ങള് 18 തവണ കണ്ടതിന് നിങ്ങൾക്ക് അവാർഡ് കിട്ടിയെന്ന് പറയുന്ന ആ നാടകത്തിന്റെ പേരെന്തടേ? അത് മഹേഷേ, അത് നിങ്ങളെ കണ്ടിട്ട പേര് പോലെ തന്നെ ആയല്ലോടെ. അപ്പൊ വൈശാല കാണും കേട്ടാ മഹേഷേ, കാണണം. നമ്മളെ ആക്കിയതാ രണ്ടെണ്ണം പറഞ്ഞാലും ഇപ്പ നമ്മൾ മിണ്ടാൻ പാടില്ല. നമ്മളിപ്പോ എല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ്. നിന്റെ പെണ്ണിന്റെ ഈ ഫോർമുല കൊണ്ടാണ് ആ പ്രതി രക്ഷപ്പെട്ടത്. എന്നിട്ട് ഞാൻ നിന്നെ കൊച്ചി കൊടുത്ത എനിക്കെന്തൊരു കാര്യം? എനിക്കെന്തൊരു കാര്യം? എടുക്കണേ.
ഞാൻ ഇതിന്റെ ഒരു ടെൻഷനാ നിമിഷം. ഫ്രീ ആകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അപ്പി, ആ ചക്കരയിൽ നിന്നും നിമിഷയിലേക്കുള്ള നിന്റെ ഈ മാറ്റം ഉണ്ടല്ലോ, അതൊരു ചില്ലറ മാറ്റമല്ലേ. താമസിയാതെ മറ്റതിലേക്ക് എത്തിക്കോളൂ. എനിവേ, കൺഗ്രാറ്റ്സ് ബാബു. Keep it up. അടങ്ങടെ മക്കളത്തിനോട് സങ്കടം. നീ വന്നാലും കേക്കട്ടെ. ഒന്നിന് പോന്ന 3-4 പോലീസുകാരെയും പോലീസ് ജീപ്പും നീ കണ്ടില്ല അല്ലേ? നിന്നെയൊക്കെ ഓട്ടിച്ചിട്ട് പിടിക്കാൻ നടക്കുവാണ് കേരള പോലീസ്. ഹെൽമറ്റ് വയ്ക്കാത്ത മാറി. എന്താ സാറേ? കുമിയടേ. നീ കഞ്ചാവ് പിടിക്കാറുണ്ട്? ഇല്ല സാറേ. മറ്റവൻ പൊടി പൊടി പൊടി? ഇല്ല സാറേ. എന്തൊരു മാല, കയ്യിലും മാല, മുടിയൊക്കെ ചൊവല, എന്തൊരു കോലുള്ള ഇത്. സിനിമാറ്റിക് ഡാൻസിനൊക്കെ പോകുന്നുണ്ട് സാർ. ഫ്രീക്ക സിനിമാറ്റിക്. നീ നാടകം അയ്യേ അയ്യെന്നോ? വൈശാഖ അയ്യെന്ന്. അപ്പ നീ വീക്ക് വാങ്ങും. വീക്ക് വാങ്ങും. വാങ്ങും. നിനക്ക് നാടകക്കാരെ പുച്ചോളെ ആൾക്ക ഇങ്ങോട്ടങ്ങോട്ട് പോയി നിൽക്കണം. കണ്ടില്ല മാഡം, സത്യമായിട്ടും കൈ കാണിച്ചാൽ കണ്ടില്ല മാഡം. വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ ഉണ്ട് മാഡം. ജോവിൻ എന്താ പോലീസുകാരി കൈ കാണിച്ചിട്ട് വണ്ടി എടുക്കാണ്ട് പോയല്ലോ? അത് മാഡം ഹെൽമെറ്റും ഇല്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു മാഡം. എടോ, താൻ ഇങ്ങനെ ഹെൽമെറ്റും വെക്കാതെ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ആർക്കാണ് പോവുക? നിന്റെ അച്ഛനും അമ്മയ്ക്കും. മനസ്സിലായോ? നീ എന്തിനാ പഠിക്കണേ? ഡിഗ്രിക്കാ മാഡം. ഡിഗ്രിക്കട്ടെ. ഇനി നിർബന്ധമായി ഹെൽമെറ്റ് വെച്ചിരിക്കണം. ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കരുത്. പിന്നെ പോലീസുകാരി കൈ കാണിച്ചാ വണ്ടി നിർത്തിക്കോണം. ഓ, എന്തൊരു കോലമാണോ ഇത്. ഈ മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ട് നടന്നു. സത്യത്തിൽ വിധി എന്നല്ലേ ഇതിന് പറയാ? അല്ലേ? എങ്കിൽ മേഡം അബദ്ധം എന്ന് പറഞ്ഞാൽ മതി. അത് കേൾക്കാനാ ഒരു ഇത്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ചെയ്ത തെറ്റിന്റെ ഗൗരവം ഇതുവരെ മനസ്സിലാക്കാൻ
വെറുതെ ഇവിടെ ഒരു ടെമ്പർ കൊണ്ടു പോയേ പോവാൻ. ശരി മാഡം. വൈശാഖ, നീ നമ്മളായിട്ട് എന്തിനടേ മാഡത്തിന്റെ ടെൻഷൻ കൂട്ടണത്? പോവാം. ഒന്ന് നിന്നെ നിങ്ങൾക്ക് അവരെ പിടിക്കാൻ പറ്റൂ? പിടിക്കാം. പറ്റില്ലേ? പറ്റും മാഡം. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നാളെ ശനി, മറ്റന്നാൾ ഞായർ, 2 ദിവസത്തെ സമയം ഞാൻ തരാം. അതിനിടയ്ക്ക് അവരെ പിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അതുവരെ ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ ഈ സസ്പെൻഷനോടെ ഫീസ് ചെയ്തിർത്താം. 2 ദിവസം സമയമുള്ളൂ അല്ലേ? അല്ല, 2 മാസം തരാം. എന്നാലല്ലേ എന്റെ ജോലിയോട് തരൂ. പോയെ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും ഇതൊന്നും സാധിക്കത്തില്ല. കൊല്ലാ. അല്ല മാഡം, 2 മതി. 2 ദിവസം ധാരാളം മതി. അതിനുള്ളിൽ ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും മാഡം. ശരിയാണ് മാഡം. ജീവിതത്തിൽ ഒരുത്തം മൂലവും ഇത്രയും നാണക്കടൽ വഹിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവനെ പൊക്കാൻ ഞങ്ങൾ ഏതറ്റം പറയുന്നു. സത്യം വേണം. ഗോഡ് പ്രോമിസ് വേണം. മഹേഷിനും വൈശാഖനും അത് അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയായിരുന്നു. തങ്ങളെ കബളിപ്പിച്ച് രക്ഷപ്പെട്ട ഗിരീഷ് എത്താനിടയുള്ള പലയിടങ്ങളിലും കാര്യമായി തന്നെ അവർ അന്വേഷണം നടത്തി. പക്ഷെ കണ്ടെത്താനായില്ലെന്ന് മാത്രം. അന്വേഷണം എങ്ങും എത്താതെ ഒരു ദിവസം അവസാനിച്ചു. എങ്കിലും അവർ ആത്മവിശ്വാസം കൈവിട്ടില്ല. എന്നാൽ 2-ാം ദിവസം ഞായറാഴ്ചയും ഒരു തുമ്പും കിട്ടാതെ സന്ധ്യയോടടുത്തപ്പോൾ അവരിൽ നിരാശയും പരാജിത ബോധവും പിടികൂടി തുടങ്ങി. അവളാ പ്രതിയെ പിടിച്ചോന്നറിയാൻ മിണ്ടാതെ സസ്പെൻഷന് വാങ്ങി വീട്ടിലിരുന്നാ മതിയായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ഒരു നാണക്കേടുമായി. ഇനി നിമിഷയുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കുന്ന ഇത്രയും കാലം നീ എങ്ങനെയാണോ നോക്കിയിരുന്നത് അങ്ങനെ തന്നെ നോക്കണം. അവരാണ് ചൂടാവണ പിന്നെ ചൂടാവാതെ നിന്റെ പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ പറ്റാതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. മാഡത്തിന്റെ മുഖത്ത് നോക്കണ്ടേ, നമ്മുടെ സഹപ്രവർത്തകരുടെ മുഖത്ത് നോക്കണ്ടേ, നാട്ടുകാരുടെ മുഖത്ത് നോക്കണ്ടേ, അതിനുമൊക്കെ അപ്പുറം മാറുന്നുണ്ടേ. ഈ ജോലി പോയാൽ എങ്ങനെ ജീവിക്കുന്നതാണ്? ഇനി ചുമട്ട് പണിക്ക് പോകാനൊന്നും എനിക്ക് പറ്റൂല. അതും ശരിയാ. പോലീസുകാരനായതുകൊണ്ടാ നിമിഷയുടെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ചതേ. ജോലി പോയാ പിന്നെ നിമിഷയുടെ വരെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറുമെന്നാ എന്റെ സംശയം. അതിനൊരു സംശയവും വേണ്ടേ. അതിന് നല്ല സാധ്യതയൊന്നും കാര്യമില്ല. ഈ ഗ്ലാസ് അവിടെ കൊണ്ടുപോയി കൊടുക്കും. ആ കാശ് കൊടുക്കും. അതിനെന്തിനാണ് ഇങ്ങനെ കളിച്ച് നോക്കുന്നത്? നീ കാരണമാണ് ആ മാറി രക്ഷപ്പെട്ടത്. നിന്റെ പെണ്ണിന്റെ ഫോൺ വിളി കാരണം. അപ്പാ നിനക്ക് ഈ ഗ്ലാസ് ഒക്കെ അവിടെ കൊണ്ടുപോയി കൊടുക്കാം കേട്ടാ. ഒന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വാടേ. എന്തിനാണ് കുരുമുത്തോട് പോണത്? എന്തിനാണ് പറയാനുള്ളത്?
ആ വൃത്തികെട്ടവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അന്ന് വെള്ളത്തിൽ വീണപ്പോ ചത്ത. എന്നാലും പാടി കിട്ടട്ടെ. മഹേഷേട്ടാ, ജോക്കറ്, നേരാണോ ജോക്കറ്? നേരാണോ ജോക്കറ്? എവിടെടാ? അള്ളേ, വാസുദേവൻ. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 14 വാർഷിക ആഘോഷം 14/5/2017 വൈകിട്ട് 7 മണിക്ക്. ആ തീയതി ഇന്നല്ലേ? അല്ലേ? ആ. ഓ, ഈ പെണ്ടാറടങ്ങിയ കേസിലാണെങ്കിൽ നമുക്ക് കാണാറല്ലേ? നമ്മളിപ്പ കണ്ടാൽ എന്റെ ഒരാള് ഏതായാലും ലവനെ കിട്ടുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കിപ്പോഴില്ല. ഇതുവരെ വന്നിട്ട് നാടകം കണ്ടുവന്നൊരു സമാധാനം. അപ്പൊ 19ാമത്തെ തവണ നമ്മള് കണ്ണൂർ വാസുട്ടിയുടെ താജ്മഹലൊന്നും എത്ര കണ്ടാലും അടുത്തില്ല. അല്ലടാ. ആ മയക്ക് ഞാനും വൈശാഖനുണ്ട് നാടകം കാണാൻ വരുന്നത്. അതിനെ മയക്ക് ഇന്ന് നാളെ ജീവിതം ആക്കാലോ. ഞങ്ങൾ അവിടെ തന്നെയാണുള്ളത്, ജോലി സംബന്ധമായിട്ട്. അതെയോ? വേഗം വാ. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ട് പിന്നെ 7 മണിക്കാ നാളെ. വേഗം വാ. ബാക്കിയൊന്നും നേരിട്ടില്ല. ഞങ്ങൾ ഇതെത്തി. ഈ പുതിയ ആഴ്ച നേരെ താഴോട്ട് കിടന്നു പോയി 1.5 കിലോമീറ്റർ പോയാൽ പാമ്പാണ് കിട്ടി. അവിടെ നേരെ ഇടത്തോട്ട് പോകും. അവിടെ 2 കിലോമീറ്റർ വരുമ്പോൾ കുട്ടിക്കാനം വരും. ആ കുട്ടിക്കാനം പഞ്ചായത്തുകളുടെ അടുത്തുള്ള ഓടുത്ത് കിട്ടത്തിന്റെ വീടിന്റെ ഇതേ ആവശ്യം. ആ നീ ഈ പരിപാടി സ്ഥലത്തോട്ട് പോയാൽ മതി, അങ്ങോട്ടൊന്നും പോകണ്ട. നേരെ 1 കിലോമീറ്റർ എന്നോട് അമ്പലപ്പുറം അവിടെ പാടവും പരിപാടി നടത്തും. എങ്കിലും അതൊന്ന് നേരത്തെ പറഞ്ഞു വേണം, ചുമ്മാ ആഘടിപ്പിക്കാനായിട്ട്. എന്തിനാ അത്? മണി 6:15, 7 മണിക്കാണ് നാടകം. പാടേ പ്രിയമുള്ളവരെ, നൃത്തനൃത്യങ്ങൾ കഴിഞ്ഞാലുടൻ തന്നെ തിരുവനന്തപുരം സംസ്കൃതിയുടെ സൂപ്പർ ഹിറ്റ് നാടകം മേരാനാം ജോക്കർ ആരംഭിക്കുന്നതാണ്. അടുത്തതായി വേദിയിൽ നൃത്തനൃത്യങ്ങളിൽ മുജീബ് കലാതീർത്ഥ അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. കഥ ചൊല്ലമാളോരേ പുണ്യകഥ പുരാണ കഥ എന്നപ്പാ പെരിയ കുറവൻ അവർ ചൊല്ലി കന്ന കഥ തമിഴ്നാം ദിത്താം ദിത്താം ദയ്യകതിത്താം താം ദിത്താം ദയ്യത്തോം തത്തോം തത്തോം തന്ത്രികതിന്തരികതന്തരികതിത്താം താം ദിന്നാം ദിത്താം ദിത്താം ദയ്യകതിത്താം താം ദിത്താം ദയ്യത്തോം തത്തോം തത്തോം തന്ത്രികതിന്തരികതന്തരികതിത്താം ഉറവൻ വന്നേണ്ടി മലയിറങ്ങി വന്നേണ്ടി നാട്ടിൽ വന്നേണ്ടി സഹതന്നിൽ വന്നേണ്ടി ഉറവൻ വന്നേണ്ടി നാടി இந்த நடப்பு அம்மே தாயே இந்த நாடி உங்கள் நிறத்து
നീയൊക്കെ എന്താണ് കേരള പോലീസിനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഏത് തോർത്താരത്ത് പോയി ഒളിച്ചാലും ഞങ്ങൾ പൊക്കൊന്നും ഇപ്പൊ മനസ്സിലായില്ല. എന്താ നിനക്കിപ്പോ ഇന്നൂടി ചാടി പോണോന്ന് തോന്നുന്നോ? എങ്കിൽ ചാടാ. എന്താ എനിക്കൊന്നും മിണ്ടാത്തെ? എവിടെ ആയിരുന്നടാ ഇത്രയും ദിവസം? അന്ന് ഞങ്ങൾക്കിട്ട് ഉണ്ടാക്കി നീ ഓടിപ്പോയത് എവിടേക്കാ? സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഇതിനകത്തിട്ട് തന്നെ നിലനിർക്കും. ഇപ്പൊ നിന്റെ വായന മഴ എവിടൊക്കെ നീ അത് പോയതെന്ന്? എന്റെ വീട്ടിലേക്ക്. നുണ പറയുന്നോ? അന്നത്തെ ദിവസം നിന്റെ വീടിന് ചുറ്റും പോലീസ് കാവലുണ്ടായിരുന്നല്ലോ. പിന്നെ നീ എങ്ങനെ അവരുടെ കയ്യിൽ പെടാതെ വീട്ടിൽ ചെന്നത്? അതെന്റെ കുറ്റമല്ലല്ലോ, പോലീസിന്റെ പിടിപ്പുകേടല്ലേ. നീ പറഞ്ഞതിന് ചെറിയൊരു ന്യായമുള്ളതുകൊണ്ട് ഞാൻ ഇടിക്കണില്ല. അതൊക്കെ പോട്ടെ, എവിടെയാണ് നിന്റെ ഈ വീട്? ഏലക്കര. ഏലക്കരയിലാണ് എൻ്റെ വീടും കുടുംബവും. ഞാൻ, എൻ്റെ ഭാര്യ, അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, അങ്ങനെ 3 തലമുറ ഒരുമിച്ച് കഴിയുന്നൊരു കുടുംബമായിരുന്നു എൻ്റേത്. വിവാഹ മംഗളാശംസകൾ വിത്ത് ലവ് ആശ ആൻഡ് ഗിരീഷ് ആൻഡ് ഫാമിലി. പഴനിഷേ, നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയോ? ഞാനോ? ഞാൻ നേരത്തെ റെഡിയായി. സാധാരണ ഞാനോ വൈകാറ്. എന്നാടി? ഏയ്, ഗിരീഷേട്ടന് താമസമൊന്നുമില്ല. ഗിരീഷേട്ടന്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും ഒക്കെ കല്യാണത്തിന് പറഞ്ഞിട്ടുണ്ട്. അതാ കോളേജിൽ പോന്നതിന് ശേഷം നിന്നെ രചനയൊക്കെ ഇന്നാ ഞാൻ കാണുന്നേ. യൂണിഫോമിൽ കണ്ട ആ ഓർമ്മയാ. അതെ 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 അതെ. ആ എടി, പിന്നെ നീ സാരിയാണോ കൊടുത്തിരിക്കുന്നേ? ജീൻസ് കുർത്തയോ? നീ അത്രയ്ക്ക് മോഡേൺ ആയി പോയില്ലേടാ. വയസ്സ് 32 ആയി. അതെ അതെ അതെ. എന്നാടി? ഓ, നമ്മളെ പാവം സാരിയാ എന്ന് വെച്ച് നിസ്സാരാക്കണ്ട കേട്ടോ. 4700 സാരിയാ ഗിരീഷേട്ടൻ ഈ കല്യാണത്തിനായി വാങ്ങി തന്നത്. ആ, 4700. ഈ കാശിന് 5 തന്നെ ചുരിദാർ എടുക്കാം. ഹലോ, അല്ല ഇവിടെ പറഞ്ഞതാ. എടി, പിന്നെ നിങ്ങളിപ്പോ എവിടെ എത്തി? ആണോ? അപ്പൊ നമ്മൾ ഒരേ ടൈമിലായിരിക്കും ഓഡിറ്റോറിയത്തിൽ എത്തുക. എങ്കിൽ ശരിയടി. എന്നാടി? ഏയ്, ഞങ്ങള് ബസ്സിലൊന്നും അല്ല, ഞങ്ങൾ ടാക്സി പിടിച്ചാ വരുന്നേ. ആ, എങ്കിൽ ശരിയടി, നിനക്ക് വന്നിട്ട് പറയാമേ. എന്തായാലും ഇന്നലെ കാണാമല്ലോ. ഓ ശരി ശരി. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയൂ. ഗിരീഷേട്ടാ, മണി എട്ടായി കേട്ടോ. എന്റെ ഒരിക്കലും ഞാൻ കഴിഞ്ഞാലേ ഇനിയിപ്പോ ഞാൻ കാരണം നേരെ വൈകിട്ടൊന്നും ആരും പറഞ്ഞേക്കരുത്. ഗിരീഷേട്ടാ, ഇവിടെ എല്ലാരും ഒരുങ്ങിയില്ല. എല്ലാരും ഒരുങ്ങിയിട്ടൊന്നുമില്ല. അവന്റെ മുത്തത്തിൽ ഇപ്പോൾ മുഖിലെ രോമം വെട്ടിക്കൊണ്ടിരിക്കുക. അങ്ങേരുടെ കഥാൻ കേട്ടാ തോന്നുന്നു കല്യാണത്തിന് വരുന്നവർക്ക് അങ്ങേരുടെ മൂക്ക് കാണാനാ വരുന്നത്. ഓ, വരുന്നു വരുന്നു. ഉള്ള നേരം കൊണ്ട് ഞാൻ ആവശ്യം കുഞ്ഞുമാരുടെ ഉദ്ദേശം വരാം. ഇറങ്ങാനായിട്ട് തൊട്ട് കയറി അറ്റാക്കണോ? പിന്നെ നേരെ കളയാൻ. അങ്ങനെ നേരത്തെ ചെയ്യാറില്ലേ? ഇവിടെ അല്ലെങ്കിലും അങ്ങനെ തന്നെ. കാലയെ കൂട്ടി ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തായിരിക്കും എന്തെങ്കിലും കാര്യത്തിലേക്ക് നേരം വൈകും. അതിനിപ്പോ ഞാനാണ് നേരെ വഹിച്ചേ. നിങ്ങളുടെ അച്ഛന്റെ ഒരുക്കം തീരാനില്ലല്ലേ? ഉള്ള നേരം കൊണ്ട് ഞാൻ ആ ക്രാവിനെ പശുവിനൊന്ന് മാറ്റിക്കേണ്ടി ഇവിടെ ആർക്കാ ചേതം? ചെയ്യണമെങ്കിലോ എനിക്ക് മാത്രമല്ല ആർക്കും വേണമെങ്കിലും ചെയ്യാം. ഓ, ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ നിൽക്കും. പശുവായി ക്രാവായി എന്ന് വേണ്ട. ഓ, ആശമോളെ, ഇതെന്താ പ്രസന്റേഷൻ കൊടുക്കുന്നത്? രാധയുടെയും കൃഷ്ണന്റെയും? അതെ, അച്ഛനെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിയൊന്നും വേണ്ട മോളെ. നമ്മളെ പോലെ ശരാശരി താഴെ സാമ്പത്തിക ബുദ്ധിമുള്ള സാധാരണക്കാര് ആദ്യം വാങ്ങിക്കുന്ന കല്യാണ പ്രസന്റേഷൻ കാലങ്ങളായി ഇത് തന്നെയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. മോളുടെ കൂട്ടുകാരിയുടെയാണ് കല്യാണം. കൂട്ടുകാരുടെ ഇല്ല, അവിടെ കല്യാണം കഴിഞ്ഞതാ. ഇതവിടെ അനിയത്തിയാ. അതായത് അവരുമായി മോൾക്ക് മാത്രമാണ് അടുപ്പം. മോൾക്കും ഗിരീഷിനുമാണ് ക്ഷണം. അല്ലല്ല, ഒരു കുടുംബ
ക്ഷണിച്ചിരിക്കുന്നത്. അതൊരു പൊതുമര്യാദ. എന്നാൽ ഈ കുടുംബസമേതം നമ്മൾ അവിടേക്ക് കയറി ചെല്ലുമ്പോ ഈ ഒരു പ്രസന്റേഷൻ മാത്രം കൊടുത്താൽ പോരാ. അതുകൊണ്ട് ഇതും കൂടി മോൾ അവിടെ കൊടുക്കണം. വേണ്ട വേണ്ട, ക്യാഷ് ഗിരീഷേട്ടൻ വരെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതും കൂടി കൂടി കൊടുക്കാൻ മോൾ അവനോട് പറ. അത് പിന്നെ അച്ഛൻ തന്നെ പറഞ്ഞു മോനോട്. ഞാൻ കൊടുത്ത ചിലപ്പോ നീ എന്തിനാ അച്ഛനെ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയും. ആ കാശ് എന്റെ പേരിൽ കൊടുത്താ മതി. വലിയൊതുക്കൻ ശങ്കരനാരായണൻ വക എന്നും പറഞ്ഞ് സത്യത്തില് ക്ഷണം എന്നെയുമായി കൊടുക്ക. അവളുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് നിന്റെ മകന് അവിടെ പോയി സദ്യ ഉണ്ടാവും. അവന്റെ അച്ഛൻ എന്ന നിലയ്ക്ക് നിനക്കും അവിടെ പോയി ഒരു ഇല ചോറ് തിന്നാം. ആ നിന്റെ അച്ഛൻ എന്ന നിലയ്ക്ക് ഞാനും കൂടി അവിടെ വന്ന് മക്കളതിന് ഒരു അന്തസ് വേണമെങ്കിൽ 5-10 ആചാരപ്പണം കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യം. അവരൊന്നും അത്തരക്കാരല്ല മുത്തശ്ശ. നമ്മൾ കല്യാണത്തിന് വരുന്നതാ അവരുടെ സന്തോഷം. അത് അവിടെ ചെല്ലുമ്പോ മുത്തശ്ശന് മനസ്സിലാവും. എനിക്ക് ശമ്പളം തരുന്നത് അയാളുടെ യൂണിയനൊന്നുമല്ല, സർക്കാരാണ്. കൂടുതൽ ഡയലോഗ് അടിക്കാൻ വന്ന ഞാൻ അയാളോട് പോയി പണി നോക്കാൻ പറയും. അയ്യോ എന്നെ ഗിരീഷേട്ടാ, നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ? പണി എന്തിനായിരുന്നു? പണി വന്നിട്ട് കുറെ നേരമായി. ഡ്രസ്സ് മാറ്റി സമയം പോകുന്നേ. ഒന്നാമതായി എനിക്ക് ഈ പാർട്ടിയും രാഷ്ട്രീയം ഒന്നുമില്ല. ഒക്കെ കള്ളന്മാരാ. പിന്നെ ഏതെങ്കിലും ഒരു യൂണിയൻ നിൽക്കണമെന്ന് കരുതി നിൽക്കണതേ ഉള്ളൂ. ഫുഡ് ഞങ്ങളുടെ മുമ്പിൽ മേശപ്പുറത്ത് വെച്ചില്ലല്ലോ. ഞാനല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നോക്കാൻ എപ്പോഴും എന്നെ നിങ്ങൾ പറഞ്ഞിരിക്കാൻ പറ്റാൻ ഇങ്ങനെ കാര്യം എനിക്കും ഇവിടെ കൊണ്ടുവച്ച് എന്നാൽ പെട്ടെന്ന് ടാക്സി കുറെ നേരമായി. ഈ യൂണിയൻ അല്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും യൂണിയൻ ചെയ്യും എന്നാണ് പറഞ്ഞു. അയാളുടെ അപ്പനെ പറയണ്ട. അയാള് വലിയ നേതാവൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ജനറേഷൻ വിഭാഗം സൂപ്പർവൈസറാ. അയാളെ പോലല്ല പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായിട്ടല്ല ഞാൻ ജോലി കയറിയത്. എനിക്ക് ഉണ്ടാക്കാൻ നിൽക്കുന്നത് പറഞ്ഞേക്ക്. എന്നെ ഇല്ല ഗിരീഷേട്ടാ, പോണേ. ഡ്രസ്സ് മാറ്. പറയണേ, നിങ്ങളൊക്കെയോ? ഇല്ല, ഞങ്ങൾ വരുന്നേ ഉള്ളൂ. എത്തിയല്ലേ? നിന്റെ ഭാഗ്യം. എന്നാടി അല്ല ഇപ്പൊ അറിയും. ഓ ശരി, വന്നിട്ട് കാണാവേ. ഓ ഒരുവിധം എല്ലാരും എത്തി. ഇവിടെ ചിലര് ഗോളൊന്നും കാണില്ല ഇതുവരെ. അതിന്റെ മോളെ വലിയ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗമല്ല അവന്റേത്. ഈ ജനറേഷൻ വിഭാഗം സൂപ്പർവൈസർ എന്ന് പറയുമ്പോ ലീവിലാണെങ്കിൽ പോലും മനസ്സമാധാനം കിട്ടില്ല. പക്ഷേ ഇപ്പൊ അവനാ പറയണത് ജോലിയോടുള്ള ഉത്തരവാദിത്തമായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. ഒരാളുടെ തള്ളയ്ക്ക് വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിലും ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ ആർക്കും വലിയ തിരക്കൊന്നും കാണില്ല. കഴിഞ്ഞ ദിവസം ഗിരീഷേട്ടന്റെ ഇളയമ്മയുടെ മോളുടെ കൊച്ചിന്റെ ചോറൂണിന് എത്ര പെട്ടെന്നാ എല്ലാരും ഒരുങ്ങിയതും പോയതും. നീ അങ്ങനെ എല്ലാരെയും കുറ്റം പറയരുത്. നിന്നെ കെട്ടാനുള്ളതാത്താന് ബാക്കിയുള്ളവരെന്ത് പഠിച്ചു? ഇവൻ തലയ്ക്കടിക്കണ കളറെടുത്ത് എന്റെ തലയിലൊന്നും തേക്കണമെന്ന് വിചാരിച്ചതാ. ബാക്കിയുള്ളവൻ അതുപോലും വേണ്ടാന്ന് വെച്ചത് ഇനി ഞാനായിട്ട് ആരുടെ മുഹൂർത്തമൊന്നും തെറ്റിക്കണ്ടെന്ന് കരുതിട്ടാ. അതിന് മാത്രം നേരം വൈകിട്ടൊന്നും ഇല്ലല്ലോ. ടാക്സി ഉള്ളത് കൊണ്ട് 1.5 മണിക്കൂറിലാണ് എനിക്ക് മുണ്ട് മാറി എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ബച്ച. എന്നാ റെഡിയല്ലേ? അപ്പോഴേക്കും അമ്മ ഭക്ഷണം തിന്നാൻ പോയി. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നീ എന്നതാണ് എഴുതിയിരിക്കുന്നത്? വിവാഹ മംഗളാശംസകൾ. അതൊക്കെ അതിന്റെ അടിയിൽ എന്നെ എഴുതി പറയുന്നത് ആശ ആൻഡ് ഗിരീഷ് ആൻഡ് ഫാമിലി. ഏത് സ്കൂളിലാണ് ഈ പഠിച്ചത്? എന്താണ് 2 ആൻഡ് വെച്ചിരിക്കുന്നത്? ആശ ആൻഡ് ഗിരീഷ് ആൻഡ് ഫാമിലി. ഒരെണ്ണം വെട്ടിയാ പോലെ അതിനാണോ? ആദ്യത്തെ ആണ്ടല്ലേ പറ്റുള്ളൂ. എന്നൊന്ന് പറയണ്ടേ? 2ഉം വെട്ടിയാടി. അപ്പൊ ആൻഡ് വേണ്ട അടി. വെറുതെ കൺഫ്യൂഷൻ. ഞാൻ വേറെ എഴുതിക്കോളാം. എഴുതി കൊളമാക്കണ്ടോ? ഒരു സ്റ്റിക്കർ പേപ്പർ എടുത്തിട്ടോ? ഓ നേരമില്ലാത്ത നേരത്തെ ഇവിടെ ഇനി എവിടുന്നാ സ്റ്റിക്കറും പ്രസന്റേഷൻ ബാക്കി പേപ്പറും ഒക്കെ? നിങ്ങൾ എല്ലാവരും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നാ എന്റെ സംശയം. നീ അങ്ങനെ എല്ലാരും പറയരുത്. അച്ഛനൊന്നും ഉണ്ടായിരുന്നു. ആ കവറും പെണ്ണിങ്ങെടുത്ത് എന്നാ അച്ഛൻ? അച്ഛൻ ഇതിന്റെ മറുഭാഗത്ത് മാറ്റി വെച്ചു. അത് ശരിയാ. രാജമാഷ എഴുതിയാൽ പക്കയായിരിക്കും. എഴുതിയോ കാണാൻ അച്ഛൻ വലിയൊതുക്കൻ ശങ്കരനാരായണൻ വക എന്ന് എഴുതിക്കോ. ഒരു ആൻറ്റും വേണ്ട കൂഞ്ചും വേണ്ട. എന്തോ എഴുതണോന്ന് എനിക്കറിയാം. 1 ആൻഡും വേണ്ട, 1 കൂണ്ടും വേണ്ട. പിന്നെ നമ്മൾ മെനങ്ങാന്നെടുത്ത സാരിയല്ലേടി? അതെ, എങ്ങനെയുണ്ട്? കാശ് പോയി കേട്ടാ.
എനിക്ക് ഈ കളർ ഒട്ടും ചേരത്തില്ല. ഞാനത് അപ്പൊ പറഞ്ഞപ്പോ ഇത് സമ്മതിച്ചില്ല. 4700 ഇതിനേക്കാൾ എത്രയോ നല്ല സാരി ഉണ്ടായിരുന്നു. 4700 രൂപയുടെ സാരിയോ? 4700 രൂപ ഉണ്ടായിരുന്നെങ്കിൽ സാമാന്യം ഒരു കുടുംബത്തിന് ഒരു മാസം സുഖമായിട്ട് കഴിയാം. അത്രയും രൂപ മുടക്കി മേടിച്ച പണം തുണി ചുറ്റിക്കൊണ്ടാണ് ഈ നിൽക്കുന്നത്. കഷ്ടം. വല്ലപ്പോഴൊക്കെ വില കൂടിയൊന്നും എടുക്കുന്നത് നല്ലതാണ്. അതാകുമ്പോ കുറച്ചു കാലം പുതിയത് പോലെ ഉപയോഗിക്കാം. മറ്റേതൊന്ന് അലക്കിയ പഴന്തുണിയുമാകും. വല്ലപ്പോഴും നല്ലച്ച ഓരോ കല്യാണത്തിനും പുത്തൻ സാരി തന്നെ വേണ്ടേ? ഗിരീഷന്റെ പ്രശ്നപ്പെടണ്ട. സാരിക്ക് 4700 ചിലവായതാണോ? മറ്റില്ലെങ്കിൽ അപ്പം പറയണമായിരുന്നു. അല്ലാതെ ഇപ്പൊ ഒരുമാതിരി കണക്ക് പറയാൻ ചെയ്യാൻ പറഞ്ഞേക്കാം. ഞാൻ നിന്റെ സെലക്ഷൻ മോശമാണെന്നാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ കാശിന്റെ കണക്ക് അല്ലടി. അങ്ങനെ തോന്നി നിന്റെ 4700 സാരിയെക്കാളും കൊള്ളാം എന്റെ അമ്മയുടെ 700 സാരി. കാരണം എന്താണ്? അത് ഞാനാ സെലക്ട് ചെയ്തത്. ഭാര്യയ്ക്ക് 4700 സാരി, അമ്മയ്ക്ക് 700. നല്ല നീ കൂടുതൽ സംസാരിക്കരുത്. ഈ നേരമില്ലാത്ത നേരത്തെ എടുത്ത് വെറുതെ ഓരോന്ന് പറഞ്ഞ് ചുമ്മാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും നിങ്ങളുടെ നോക്ക് തന്നെ എനിക്ക് നോക്കിട്ടായിരുന്നത്. ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞല്ലേ. പിന്നെ നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ കെട്ടിയൊരുങ്ങിയത്. ഓ നാശം പിടിക്കാനായിട്ട്. അല്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് കല്യാണത്തിന് പോകുമ്പോ ഞാൻ പറഞ്ഞു വരുന്നില്ല. വീണ്ടും ചാവി എടുത്തിട്ട് ഓ വരുവാ. ആശയക്കാരന് കുരു പൊട്ടി തുടങ്ങി. എന്നിട്ട് ഞാൻ വരണില്ല കല്യാണത്തിന്. എനിക്കറിയാം ഈ കല്യാണത്തിന് പോക്ക് എന്റെ മാത്രം ആവശ്യമാണ്. എന്റെ കൂട്ടുകാരുടെ വീട്ടിലെ കല്യാണം, എന്റെ കൂട്ടുകാരൊക്കെ വരണ കല്യാണം. അപ്പോ അവരെ കാണലും ഈ കല്യാണം കൂടലും എന്റെ മാത്രം ആവശ്യമാണ്. അത് നിങ്ങൾക്കും അറിയാം. അപ്പൊ അതിൽ പോവരുത്, മുടക്കണം. അതിനുവേണ്ടി നാശം പിടിക്കാനായിട്ട് ആരും ഈ കല്യാണത്തിന് വന്ന് കഷ്ടപ്പെടുന്ന ഗിരീഷേട്ടാ. എതിരാത് പോവാതിരുന്നാ പോരെ. പിന്നെ ഈ ശാപം കേൾക്കണ്ടല്ലോ. ആരാണ് നിന്നെ ഇപ്പൊ ശ്രമിച്ചത്? ഞാൻ പോണില്ല കല്യാണത്തിന്. അപ്പോ എല്ലാവർക്കും സമാധാനം ആവല്ലോ. ഗിരീഷേട്ടനടക്കം എല്ലാവർക്കും സമാധാനം ആവല്ലോ. 4700 സാരി വാങ്ങിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം. ബില്ല് ഇവിടെ ഉണ്ട്. ഒന്നെങ്കിലും കടയിൽ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്കാണെങ്കിലും കൊടുത്തോ ഗിരീഷേട്ടൻ. നീ അകത്ത് നിന്ന് അവളെ കൂട്ടിയിട്ട് പോകും. നിന്റെ ഇത്തരത്തിലുള്ള സംസാരങ്ങളാ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നേ. ഞാനോ ചെല്ലണ നിങ്ങൾക്ക് ഇത്രയും വകതിരിവില്ലാതായോ? ആശയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ഒരു നിസ്സാര കാര്യം മതി അവൾക്ക്. അന്നൊരിക്കൽ അവള് കൈയിന്റെ ഞരമ്പ് മുറിക്കാൻ ഒരുങ്ങിയത് എന്തിനായിരുന്നു എന്ന് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി. അഹമ്മദി ശുദ്ധ തോന്നിയാസം അതന്നെ. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. എല്ലാ തോന്നിവാസത്തിലും തുള്ളാൻ ഇവിടെ ആളുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നീ കൂടുതൽ സംസാരിക്കരുത്. ഈ ആശ എന്നൊക്കെ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം നിന്റെ ഇത്തരത്തിലുള്ള സംസാരങ്ങളാണ്. നീ എന്തെങ്കിലും ഒക്കെ പറയരുത്. ഞാൻ ഒന്നിനുമില്ലേ, നല്ലതിനുമില്ല
അങ്ങനെ എന്തിനൊക്കെയോ വേണ്ടി തിളച്ചു പറഞ്ഞ സാമ്പാറ് വഴിച്ച് പുളിച്ച് അടി പിടിച്ച് മാറി കിടക്കണം. അച്ഛന്റെ നാട്ടിൽ നാട്ടിലൊന്നും പിന്നെ ഞാൻ ശത്രുജോതിലുള്ള പണി നിസ്സാര കാര്യത്തിന് ഇങ്ങനെ പിണങ്ങിയാലോടി നേരെ ഇപ്പൊ തന്നെ വൈകി കേട്ടോ. അതറിയാലേ അല്ലടി ഇപ്പൊ തന്നെ വച്ച് പിടിച്ചാൽ മുഹൂർത്തത്തിന് മുന്നിൽ എത്താം. മുറിയെ തന്നെ ശരിക്കത് കെട്ടിയടിയാൻ അമ്മ 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 എന്നാ പണിയാടി ഈ കാണിച്ചത്? എന്നാ പണി? ഇവിടെ എനിക്ക് ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ടാ ഞാൻ തുണിമാറിയത്. കല്യാണത്തിന് പോകുന്നില്ല. പോയിക്കോ. ആര് വേണേലും പോയിക്കോ. ഞാനില്ല പിന്നെ കല്യാണം. താമരത്തുമ്പിക്കൊരൂന. മക്കളെ, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടാളുടെ കല്യാണത്തിന് പോയിട്ട് വാ. തങ്ങ് നേരത്തെ പറയായിരുന്നെങ്കിൽ ബാക്കിയുള്ള തണുപ്പത്ത് കുളിച്ച് കഷ്ടപ്പെടണമായിരുന്നു. അമ്മയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ പിന്നെ വിളിക്കണ്ട. വേണ്ട, നമുക്ക് നാലാൾ കൂടി പോവാല്ലോ. സെ എന്നെ കൊന്നാലും ഞാൻ ഇനി വരില്ല. അറിയാത്ത പോലെ പൊട്ടൻ കഴിക്കാനേ ഗിരിച്ചേട്ടാ. ഇന്ന് ഈ കല്യാണത്തിൽ നിങ്ങൾ അമ്മയെ ഒഴിവാക്കി പോയിട്ട് വേണം നിങ്ങൾ അമ്മയ്ക്ക് നാളെ അത് വെച്ചാൽ കുത്തുവാക്ക് പറയാൻ. അതിനുവേണ്ടിയല്ലേ ഇമ്മാതിരി കളിയൊക്കെ കളിച്ചത്. ഈ കല്യാണത്തിന് വേണ്ടി 2 ദിവസത്തെ ലീവ് വാങ്ങിയത്. എന്നിട്ടിപ്പോ എനിക്കൊരു വാക്കേ ഉള്ളൂ, ഞാനില്ല. എന്റെ മരുമോള് കൊച്ചിന്റെ കൂട്ടുകാരിയുടെ വീട്ടിലെ കല്യാണമാണ്. വിളിച്ചിട്ട് ആരെങ്കിലും ചെന്നില്ലെങ്കിൽ എന്റെ മരുമോൾക്ക് മൂലമാണ് അതിന്റെ കുറച്ചില്. അച്ഛൻ വരുന്നുണ്ടെങ്കിൽ വാ. നിങ്ങളുടെ പിണക്കവും മരുമവും ഒക്കെ തീരുമ്പോഴേക്കും മുഹൂർത്തം കഴിഞ്ഞു പോകും. അച്ഛൻ 2 ദിവസത്തെ ലീവ് പോയത് മിച്ചം. നിഷയോട് പറഞ്ഞിട്ട് കുറെ ആയല്ലോ. എന്റെ അറിവിന്റെ മാഷി വൈഫും പിള്ളേരും വന്നിട്ടുണ്ട് കേട്ടോ. ഫോൺ കാട്ടി പറയുന്നു, ഞാൻ കൊടുക്കാവേ. എടി എല്ലാരും നിന്നെ ചോദിച്ചോണ്ടിരിക്കുക. പിന്നെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാ. ഈ ഓഡിറ്റോറിയത്തിനടുത്തൊന്നും ഷോപ്പില്ലടി. നീ വരുന്ന വഴിക്ക് വല്ല ജംഗ്ഷനും കാണുവാണെങ്കിൽ എന്റെ മോനൊരു പാമ്പേഴ്സോ സ്ലാഗിയോ വാങ്ങിക്കണേ. നിന്റെ കൊച്ചിൻ്റെത് കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് മതി. ഹലോ,
ഹലോ അയ്യോ കട്ട് ചെയ്തോടി. ഹലോ എനിക്ക് കൊച്ചുങ്ങളില്ല സുബി. ഞാൻ കല്യാണത്തിന് വരുന്നുമില്ല. നിന്റെ അനുഭവവും സങ്കടവും ദേഷ്യമൊക്കെ മാറിയല്ലേ? ഇപ്പോഴും നമുക്ക് കല്യാണത്തിന് പോവാം കേട്ടോ. 8 സദ്യയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും വധുവരന്മാർക്ക് ആശംസറിയിക്കാം. പിന്നെ നിന്റെ കൂട്ടുകാരെയൊക്കെ കാണാം. ഏതായാലും ആ സമയത്ത് നിന്നോട് ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാൽ പോലും നീ അനുസരിക്കില്ല. ആ അനുഭവം ഉള്ളതുകൊണ്ടാ അധികം ഒന്നും പറയാൻ നിൽക്കാതെ ഞാൻ ഇങ്ങനെ പോകുന്നത്. പിന്നെ നിന്നെ നിർബന്ധിക്കാന്ന് വെച്ചാൽ അത് മതി. മുത്തച്ഛനെ പെൺകോന്നെന്ന് പറഞ്ഞ് കൗണ്ടർ അടിക്കും. അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു. പക്ഷെ അമ്മയ്ക്ക് എന്റെ കാര്യത്തിൽ ഞാനത്ര പോരാ, കുറച്ചുകൂടി ഗൗരവം കാണിക്കേണ്ടതുണ്ടെന്നൊക്കെ ഒരു രീതിയാണ്. സത്യം പറയാലോ പക്ഷെ അന്ന് നീ ആ കൈയിട്ട ഞരമ്പ് മുറിച്ച ദിവസം തൊട്ട് ഞാനടക്കം ഇവിടെ എല്ലാവർക്കും നിന്നെ പേടി. നീ എപ്പോഴാ എന്തൊക്കെയാ ചെയ്തു കൂട്ടാന്നറിയാത്ത പേടി. ഞാനത് വെറുതെ നേരം നോക്കി ചെയ്തതാണ്. അതിന്റെ കാരണം ഇരുഷട്ടിന് ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? ഓർമ്മ അന്ന് നീ ആ മീന് ഫ്രീസറിൽ വെച്ചിട്ട് അമ്മ എടുക്കാൻ മറന്നുപോയി. അതൊക്കെ തന്നെ. പക്ഷേ അന്ന് ഗിരീഷട്ടിന്റെ അമ്മ എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അമ്മ പറഞ്ഞോട്ടെ, പക്ഷേ ഗിരീഷട്ടൻ എന്താ പറഞ്ഞു? എന്നെ സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷേ അന്ന് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ഗിരീഷട്ടിന്. അപ്പൊ പിന്നെ ചാവണതാണെന്ന് എനിക്ക് തോന്നി. അന്ന് ഗിരീഷട്ടൻ പറഞ്ഞത് ശരിയായില്ലെന്ന് ഇപ്പോഴെങ്കിലും തോന്നണ്ടോ ഗിരീഷട്ടിന്? ശരിയല്ലാന്ന് തോന്നുന്നുണ്ട്. ആ എന്നതാടി എന്ന് പറഞ്ഞ? ഓ അപ്പൊ അതും ഓർമ്മയില്ല? എനിക്ക് ഓർമ്മയില്ല പറഞ്ഞ കഷ്ടം. ഞാൻ മരിക്കാനിരിക്കുന്ന സംഭവത്തിന് വേറെ പോലും ഗിരീഷേട്ടന് ഓർമ്മയില്ല. ഇത് തന്നെയാ പ്രശ്നം. ഗിരീഷേട്ടൻ പോലും എന്നെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് വിഷമം കൊണ്ടാ ഞാൻ മരിക്കാൻ കാര്യം കുറിച്ചേ. ഞാനെന്ന് വെച്ചു പോയതെങ്കിൽ ആരോടുള്ള വിഷമം കൊണ്ടാണോ ഞാൻ മരിക്കാൻ പുറപ്പെട്ടെ? അവര് പോലും അറിയാതെ വെറുതെ ഞാൻ മരിച്ചു പോയാലേ. അല്ലേ ഗിരീഷേട്ടാ? ഗിരീഷേട്ടന് എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല ഞാൻ എന്തിനാ മരിച്ചത്. എന്നാശേ അതൊന്നും അത്ര വലിയ കാര്യമായി തോന്നാത്തോണ്ടായി ഞാൻ. ഓ അപ്പൊ ഞാൻ മരിക്കുന്നത് ഗിരീഷേട്ടന് വലിയ കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതെ, ഇന്നത്തെ ഒരു വിഷമത്തിന്റെ കാരണം എന്താന്ന് ഗിരീഷേട്ടന് ഓർമ്മയുണ്ടോ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് കല്യാണത്തിന് പോകാൻ പറ്റാത്തതല്ലേ? ഒരു കല്യാണം കൂടാൻ പറ്റാത്തത് മാത്രമാണോ എന്റെ വിഷമം? അല്ലേ നിന്റെ കൂട്ടുകാരൊക്കെ വന്നൊരു കല്യാണം കൂടാൻ പറ്റാത്തതല്ലേ? അതല്ലേ അത് അതൊന്നും മാത്രമല്ല ഗിരീഷേട്ടാ. എന്റെ ഗിരീഷേട്ടനിലൂടെ പുറത്തേക്ക് ഒരു യാത്ര പോവാലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാ ഗിരീഷേട്ടാ. അത്രയും നേരെങ്കിലും ഒരുമിച്ചിരിക്കാലോ, സംസാരിക്കാലോ, മറ്റുള്ളവരോട് പറയാലോ നമ്മുടെ സ്വന്തം ഗിരീഷേട്ടനെന്ന്. എനിക്ക് സ്വന്തം അല്ലെങ്കിലും
ഗിരീഷേട്ടനോടുള്ളപ്പോ പോലും എന്നെ പേടിക്കാറുണ്ടോ? എന്നോട് മിണ്ടാറുണ്ടോ? ഗിരീഷേട്ടൻ്റെ കൂടെ ആണെങ്കിൽ കല്യാണത്തിനല്ല അവരുടെ വീട്ടിലേക്കാണെങ്കിലും ഗിരീഷേട്ടാ, ഇപ്പൊ എന്റെ സന്തോഷം എന്താണെന്നറിയോ? കല്യാണത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഇത്ര നേരമെങ്കിലും ഗിരീഷേട്ടനോട് ഒറ്റയ്ക്ക് മിണ്ടിയെ പറഞ്ഞിരിക്കാൻ പറ്റിയല്ലോ. അല്ലാത്തപ്പോഴൊക്കെ അവിടെ മിണ്ടുന്നത് പോലും മുത്തശ്ശനും അമ്മയെ എന്നെ വിചാരിക്കുന്നു ഭയന്നിട്ടാ. ഭാര്യയോട് മിണ്ടി പോയതിന്റെ പേരിൽ പെൺകോതരായി പോയത് പേടിച്ചിട്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ ചില കോംപ്രമൈസ് ഒക്കെ വേണ്ടി വരില്ലേ? അവര് പ്രായമായ ആൾക്കാരാ. അവരെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റുന്നതിനേക്കാൾ നല്ലത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ വഴിമാറി കൊടുക്കുന്നതല്ലേ. അത്ര ഞാൻ ഉദ്ദേശിക്കാറുള്ളൂ. അത് വലിയ തെറ്റാണോ? എല്ലാ അറിയാതെ വിടാത്ത അത് ഇതാടി പ്രശ്നം. കുറച്ചു മുമ്പ് നീ പറഞ്ഞു ഉള്ള നേരം വെണ്ടി പറഞ്ഞിരിക്കുന്നതാണ് നിന്റെ സന്തോഷം. ഇപ്പൊ നീ മിണ്ടുന്നുണ്ടോടി? മിണ്ടാൻ ചാൻസ് ചെയ്തുകൊണ്ടോടി? ഇത് ഞാൻ എന്നും പറഞ്ഞു. എന്നിട്ട് നമ്മളെ കൂട്ടക്കാരൻ നമ്മളായി ശശി. എന്റെ ഗിരീഷേട്ടൻ ശശിയാണ് കേട്ടോ. എന്റെ ഗിരീഷേട്ടൻ ഗിരീഷേട്ടനായ മതി. വലിയതിക്ക് രാജൻ മാസ്റ്റർ മകൻ PR ഗിരീഷ് കുമാർ. പറഞ്ഞോ? അയാളെന്നാ പറഞ്ഞത്? പറഞ്ഞു എങ്കിലും അയാൾക്ക് നല്ലതില്ലെന്ന് പറഞ്ഞേക്ക്. ഞാൻ ആരാന്നും എന്റെ സ്വഭാവം എന്താണെന്നും അയാൾക്ക് അറിയില്ല. നിങ്ങൾ കുഞ്ഞുമല്ല. എന്റെ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ ഇതുപോലെയാണ്. ആദ്യം തോന്നും, ഓ ഗിരീഷിന്റെ ഭാര്യ ആശ, അവളെ നോക്കൂ, പാവമാണ്. പക്ഷെ അവിടെ അമ്മായിയമ്മ ഗജക്കില്ലാടിയാണ് കേട്ടോ എന്ന മട്ടിലായിരിക്കും. എന്നും തെറ്റിദ്ധരിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു ജന്മമാണല്ലോ അമ്മായിയമ്മമാർ. പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു. അമ്മായിയമ്മ അല്ല, മരുമകൾ തന്നെയായിരുന്നു കുഴപ്പക്കാരി. ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് ഇഷ്ടാവത്തില്ല. അപ്പോ പിന്നെ മിണ്ടാതിരിക്കുന്നല്ലേ നല്ലാണ്ട് കരുതിയിട്ടാ. അല്ലാതെ പിഴങ്ങി നടക്കുന്നൊന്നും അല്ല. രണ്ട് കൈകൾ കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ.
തനിച്ചൊന്ന് കഴിയട്ടെ. അവർക്കും വേണ്ടി അല്പം സ്വല്പം സ്വകാര്യമൊക്കെ. അവർക്കാവാം, എനിക്ക് വേണ്ട. നിങ്ങൾ എവിടെ പോവാണേലും ഞാനും കൂടെ വരും. അല്ലാതെ എന്നെ ഇവിടെ കൊല്ലാൻ കൊടുത്തിട്ട് പോവാന്നൊന്നും ആരും കരുതണ്ട. നീ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവുക. അച്ഛാ, അവിടെ തുടങ്ങിയല്ലോ. നീ പോകുന്നില്ലാന്ന് പറ. എന്നാ അച്ഛാ? എനിക്ക് ജോലിക്ക് പോണെന്ന്. എന്നെ മരുന്ന് മാത്രം അവിടെ വെച്ചേ. ഇത് വാതൊന്ന് പറഞ്ഞ ആശാനുണ്ട്. ഒരുമാതിരി കാണാൻ വേണ്ടില്ല, കയറാൻ വേണ്ടി പെരുമാറുന്നത്. എന്താടാ ഗിരി? അച്ഛാ, കുറച്ച് ദിവസമായിട്ട് ഇവള് പറയുന്നു ഇവക്കൂടെ വീട്ടിൽ പോകണം. ഇന്നലെ ഞാൻ പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് ഇവിടുന്ന് ബസ് കയറ്റി വിടാമെന്നും മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ഇവളെ കൂട്ടാൻ വരണമെന്ന് ഇവൾ അരിയ ചക്കരെ വിളിച്ച് പറയുകയും ചെയ്തു. എന്നിട്ട് ഇവള് പോകുന്നില്ലെങ്കിൽ പോകണ്ട. അനിയൻ തിരക്കിനോട് വിളിച്ചു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനെ ഇവള് പോകുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ. ഇനി ഞാനിവിടെ ഇറങ്ങിയാലായിരിക്കും. എല്ലാവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ഫോൺ ചെയ്യാൻ. എങ്കിൽ പിന്നെ വാതൊന്ന് പറഞ്ഞ അങ്ങോട്ട്. ചിലപ്പോ വാ തുറക്കാൻ മേലാത്ത എന്തേലും അസുഖമായിരിക്കും. ഇനി അല്ലേ വായിൽ വല്ല കൊഴുക്കട്ട പഴം പുഴുങ്ങിയ ഇരിപ്പുണ്ടത് കൂടി ചോദിക്കണ. മാതിരി കോപ്രായങ്ങൾ കണ്ടിട്ട് മനുഷ്യന് ചൊറിഞ്ഞു വന്നിട്ട് പാടില്ല. നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ എന്നെ ഒരു മോശക്കാരിയാക്കാൻ വേണ്ടിയാണ് ഇത്ര ചെയ്യുന്നുണ്ടാക്കുന്നത്. ഞാനാണ് സീലുണ്ടാക്കുന്നത്. നിർത്ത്. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഞാനും നിന്റെ അമ്മയും കൂടി കുറച്ച് ദിവസം ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞാനും കൂടി വരുന്നുണ്ട്. മുത്തച്ഛനെ മറന്നുണ്ടെന്ന്. ഞങ്ങളില്ലാതെ മുത്തച്ഛൻ ഇവിടെ കഴിയില്ലാന്നാ പറഞ്ഞിരിക്കുന്നത്. അച്ഛനൊക്കെ എപ്പോ ഗ്രീഷ്മയുടെ വീട്ടിൽ പോകേണ്ട കാര്യം എന്താ? ചേച്ചിയുടെ ഒറ്റയ്ക്കാണെന്നുള്ള കാരണം ഒന്നും പറയണ്ട. കാരണം മനസ്സിലായിട്ടും ഗൾഫിൽ പോകാനും ചേച്ചിയുടെ ഒറ്റയ്ക്കാവാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പിന്നെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം പറയാൻ കാരണം എന്താ? മക്കളുടെ വീട്ടിൽ പോയി ആരെങ്കിലും അനുവാദം വേണോടാ? എന്തായാലും ഞങ്ങളെ ചൊല്ലി ആരും ഇവിടെ വിട്ടു പോകണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോണത് ആരെയും ചൊല്ലിയല്ല. അങ്ങനെ തോന്നണത് സ്വന്തം മനസ്സിനെ ബുദ്ധിപ്പാ. ഇപ്പൊ മനസ്സിലായില്ലേ ഇവരെന്തുകൊണ്ട് അവിടെ പോണേന്ന്? ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ ശല്യം കൊണ്ട് എന്റെ നശിച്ച പോകുന്ന കാണാണ്ടിരിക്കാൻ. ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ പൊട്ടിയൊന്നുമല്ല. ഞാനും ഒരു ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. ഇവിടെ എല്ലാവരും അരിഭക്ഷണം തന്നെ അടി കഴിക്കുന്നത്. അതുകൊണ്ട് ആ സംസാരം നിർത്തി. നീ ഇപ്പൊ വീട്ടിൽ പോകുന്നില്ലെന്ന് പറയാ അവിടെ. മോളെ, ഞങ്ങൾ അങ്ങനെയൊന്ന് ആലോചിച്ചതേ ഉള്ളൂ. മോള് വീട്ടിൽ പോവാണെങ്കിൽ ഞങ്ങളെ പോക്കത്ത് മാറ്റി വെക്കും. അത്രേ ഉള്ളൂ. ഓ, അതായത് എനിക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്തുകൊള്ളാവുന്നു. എന്നിട്ട് ആ ത്യാഗത്തെ കുറിച്ച് ജീവിതകാലം മുഴുവൻ പാടി നടക്കണം. ഞാൻ അത് കേൾക്കണം. കൊള്ളാം. എല്ലാത്തിനാശ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കണത്? ഈശ്വരൻ അറിയില്ല. എന്നെ കൊണ്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞേക്കാം. അതെ, ഇത് നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള എന്തോ സ്വകാര്യ പ്രശ്നമാണ്. അത് നിങ്ങൾ രണ്ടാളും പരസ്പരം സംസാരിച്ച് തന്നെ തീർക്കണം. ഗിരിജ, നീ നടന്നേ. എനിക്കൊന്ന് കുളിക്കണം. അച്ഛനമ്മേലേക്ക് ഇതിനകത്ത് ഒരു സ്വകാര്യത ഇല്ലെന്നേ. ഇതുപോലെ അഹമ്മതിയും തെറ്റിദ്ധാരണകളും മാത്രമാണ്. അത് നിങ്ങളും അറിയണം. ഞങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ പൊന്നേ. അറിഞ്ഞാൽ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മതിയായിരിക്ക. ഞങ്ങൾ എന്തും കേൾക്കുകയും സഹിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിനിടെ കിടന്ന് നീ തീ തിന്നുന്ന കാണുമ്പോഴാ അമ്മയ്ക്ക് കാര്യാക്കണ്ടെന്നേ. അവളെന്തൊക്കെയോ വെറുതെ ചുമ്മാതെ.
നീ എന്നെ വീട്ടിൽ പോയാലും കൊള്ളാം, പോയില്ലെങ്കിലും കൊള്ളാം. മേരി, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇനി എന്റെ സ്വരം നീ കെടുത്തരുത്. എന്താ വേണ്ടേ? ഞാൻ മരിച്ചാ മതിയോ? പറ, ഞാൻ ചത്താ മതിയോ? നീ എന്നാത്തിനാണ് ഏത് പേര് ചാവുന്ന കാര്യം മാത്രം പറയുന്നത്? എന്നെ കൊണ്ട് അതിനെ പറ്റൂ. നിങ്ങളെ ഒന്നും സങ്കല്പത്തിലൊന്ന് മാറാൻ എന്നെ കൊണ്ടാവില്ല. എന്നെ മനസ്സിലാക്കാൻ ഇരുചക്രത്തിന് കഴിയില്ല. അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾ ചത്താ മതിയുണ്ട്. നമുക്ക് സംസാരം ഇവിടെ വെച്ച് നിർത്താം. എനിക്ക് ഓഫീസിൽ പോകണം. പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാനാണെങ്കിൽ 1-2 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, നിനക്ക് ഇന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ബസ് കയറ്റി വിടാം. എന്താ ഞാനിപ്പോ എന്നാണ് ചെയ്യേണ്ട? സമാധാനം പറഞ്ഞിട്ട് പോ. നിങ്ങൾ എന്തായാലും ഓഫീസിൽ പോയില്ലേ? അതിന് പോകും. എന്റെ പോക്കിനെ കുറിച്ച് ഓർത്ത് നേരം കളയണ്ട. ഒരു ദിവസം പോലും നീ എന്നെ മനസമാധാനത്തോട് ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. ഞാനൊരു മനുഷ്യനാടി. നീ അടക്കമുള്ളത് വേണ്ടി ജോലി ചെയ്യാനാടി ഞാനീ പോകുന്നത്. പോണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊന്ന് മനസമാധാനത്തോടെ പോകണം. പ്ലീസ്. അതിപ്പോ എന്താ വേണ്ടേ? ഞാൻ മരിക്കണോ? മരിച്ചിട്ടാ പോകുന്നാണോ? എന്നെ തന്നേനെ തല. അതങ്ങനെ തോന്നും. അതെന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം. ഹലോ 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 ഫോൺ കട്ട് ചെയ്യരുത്, എനിക്ക് പറയാനുണ്ട്. എനിക്കതങ്ങ് പറഞ്ഞൂടെ? എന്ന് വെച്ചാൽ നീ അങ്ങ് ചിരിച്ചു കൂട്ട്, ഞാൻ അങ്ങ് വെറുതെ കേട്ടോളാം എന്നല്ലേ? എടേ, നിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നടക്കണ നേരം കൊണ്ട് എനിക്കൊരു കഴുതയെ MBBS പഠിപ്പിച്ച് ഡോക്ടറാക്കി എടുക്കാൻ പറ്റും. പോണം. ഹലോ 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 ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. യു ആർ ടു ലേറ്റ് മിസ്റ്റർ ഗിരീഷ്. ടൈം ഇപ്പോ എന്തായാലും വല്ല നിശ്ചയമുണ്ടോ? സോറി സാർ, വരുന്ന വഴിക്കൊരു മരണ വീട്ടിൽ. മരണ വീട്ടിൽ ആരാ മരിച്ചത്? സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ നാട്ടില വലിയ കാര്യമുള്ള കേസൊന്നുമല്ല സാർ. ഒരു വയസ്സായ അപ്പാപ്പൻ ഗിരീഷിൽ കുടിച്ചിട്ടുണ്ട്. ഇല്ല സാർ. ഇന്നലെ രാത്രി ഒരു കല്യാണത്തിന്റെ ആഘോഷം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു വെളുപ്പിന് 3 മണി വരെ. അതിന്റെ ഓണമാവും സാർ. രാത്രി കല്യാണാഘോഷം, കാലത്ത് മരണം, തറക്കേടില്ല. പക്ഷെ വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ് ഗിരീഷിന്റേത് എന്ന് മറക്കരുത്. ഇപ്പൊ തന്നെ ടണലിലെ ഏതൊക്കെയോ AC-കൾ വർക്ക് ചെയ്യുന്നില്ലേ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അത് നോക്കി കുഴപ്പമുണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ വേറെ ഒന്നുമില്ല. സോ ബി കെയർഫുൾ ഗിരീഷ്. പുറത്ത് മഴയുണ്ട്. മഴയില്ല സാറേ. പിന്നെ ഒരു മഴക്കോളുണ്ട്.
ഇടിയും വെങ്ങലും. എന്താണ്? സോറി സാർ, ഭാര്യ. ആ, എനിക്ക് തോന്നി. പിന്നെ AC-യുടെ കാര്യം മറക്കണ്ട. ചൂടിനൊരു ഫാൻ പോലും ഇല്ലാതെ മനുഷ്യരിവിടെ കഴിയുമ്പോഴാണ് മെഷീൻ ചലിപ്പിക്കാൻ പുറത്ത് മഴക്കോള് കണ്ടപ്പോഴേ തോന്നിയതാ വേറെ മനുഷ്യനെ മെനക്കെടുത്താൻ. CCTV ക്യാമറകൾ നിരന്തരം നിരീക്ഷിക്കാത്തൊരു ജോലി സ്ഥലമാ എന്റെ സ്വപ്നം. ജീവിതത്തിൽ മദ്യം തൊട്ടിട്ടില്ലാത്തവരെ പോലും കുഴിക്കുഴിയന്മാരാക്കും ചില ഭാര്യമാർ. ചിലച്ചോണ്ടേയിരുന്നോ? ഇല്ല, ചിലപ്പോ ഇത് നിങ്ങൾ കേൾക്കണ എന്റെ അവസാനത്തെ ചിലപ്പാവും. എന്നാണ് നീ നന്നാവാൻ തീരുമാനിച്ചു? അല്ല, ഇനി അങ്ങോട്ട് നിങ്ങളെയൊക്കെ ജീവിക്കാൻ വിടാൻ തീരുമാനിച്ചു. അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ മരിക്കും. ഒരുമാതിരി കളിക്കല്ലടി. കളിയല്ല, കഴുത്തിൽ കുരുക്കിട്ടിട്ടാ ഞാൻ വിളിക്കുന്നത്. വൈകി വന്നാൽ മതി, പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ലല്ലോ, എന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. ഒരു മനസമാധാനം തരത്തില്ല. The number you are trying to reach is currently switched off. താങ്കൾ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കെട്ടിയോളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാകാൻ ഒരുപെടുന്നുണ്ടാല് കെട്ടിയോരും എന്തോ കുഴപ്പമുണ്ട് തന്നെയാ അതിന്റെ സാരം. ഏതായാലും എനിക്കിതിൽ യാതൊരു പങ്കുമില്ല.
ഒതുങ്ങിയിരുന്നെങ്കിൽ എന്താവും സ്ഥിതി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവള് മരിച്ചതിന്റെ സങ്കടം മാത്രമല്ല, അതിന്റെ പഴി കൂടി നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വന്നേ. ഏത് പഴിയും ഞാൻ കേട്ടോളാം. പക്ഷെ ഒന്നും അറിയാത്ത എന്റെ അച്ഛനും കൂടി നാട്ടുകാർ മുമ്പിൽ വേറെ ചൂട് നിൽക്കേണ്ടി വന്ന ഓ അപ്പൊ അത് കാണിച്ചാണ്. അല്ലാതെ ഞാൻ മരിക്കണമെന്ന് ഓടിപ്പിച്ചു വന്നതല്ല. ഇനി വലിയ തല്ലു കഴിക്കും. നിന്നെ വിളിച്ചിട്ടേ കിട്ടുന്നില്ല. നിന്റെ ഫോണിന് എന്ത് പറ്റി? ചാർജ് സ്വിച്ച് ഓഫ് ആയി കാണും. ടെൻഷനിൽ വെച്ച് വിവരം അറിഞ്ഞാൽ മോനെ ഞാൻ വിളിക്കാൻ തുടങ്ങിയതാ. എന്ത് വരാം? നീ ഇന്ന് ലീവാണ്. എടാ മോനെ, നിന്റെ സെക്ഷനിലാ പൊട്ടിക്കടി നടന്നിരിക്കുന്നത്. അതെടാ, 10ഓളം ജീവനക്കാർ തലച്ചോളം മരിച്ചു നടന്നത്. ഇനിയും മനസ്സിന്റെ കുടുംബം കേൾക്കാൻ കഴിഞ്ഞത്. എത്ര ട്രാൻസ്ഫോമറുകളാണ് പൊട്ടിത്തെറിച്ചത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യ മക്കളെ, നിനക്ക് ലീവ് എടുക്കാൻ തോന്നിയത്. ഞാൻ ലീവിലല്ല, ഓൺ ഡ്യൂട്ടിയില്ല അച്ഛാ. അവളൊരുത്തിയ കാരണമാണ് അതത്രയും സംഭവിച്ചത്. എൻ്റെ പേരിലുള്ള കുറ്റങ്ങൾ അത്രയും ശരി തന്നെയാണ്. വലിയ സുരക്ഷാ ചുമതലയുള്ള ജോലിയായിട്ടും ഡ്യൂട്ടി ടൈമിൽ മദ്യപിച്ചു വന്നു. വോൾട്ടേജ് വേരിയേഷൻ വന്ന് ബുക്ക് ഹോൾസ് റിലേ സംവിധാനം കട്ട് ഓഫ് ആയിട്ടും അതിൻ്റെ കാരണം തിരക്കാതെ വീണ്ടും സപ്ലൈ ഓൺ ചെയ്തു. AC പ്രവർത്തിക്കാത്തതിനാൽ ടണലിൽ താപനില ഉയർന്ന് ട്രാൻസ്ഫോർമറുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുന്നറിയിപ്പ് തന്നിട്ടും അത് പരിശോധിക്കാനോ റിപ്പോർട്ട് ചെയ്യാനോ മുതിർന്നില്ല. പകരം എൻ്റെ കുറ്റകരമായ അനാസ്ഥയും അശ്രദ്ധയും ദുരന്തപൂർണമായ ഒരു സ്ഫോടനത്തിനും 14 പേരുടെ മരണത്തിനും കഷ്ടനഷ്ടങ്ങൾക്കും കാരണമായി തീർന്നു. ചിലച്ചോണ്ടേയിരുന്നോ? ഇല്ല, ചിലപ്പോ ഇത് നിങ്ങൾ കേൾക്കണ എന്റെ അവസാനത്തെ ചിലപ്പാവും. എന്നാടി നീ നന്നാ വന്ന് തീരുമാനിച്ചോളി. അല്ല, ഇനി അങ്ങോട്ട് നിങ്ങളെയൊക്കെ ജീവിക്കാൻ വിടാൻ തീരുമാനിച്ചു. 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ മരിക്കും. കളിയല്ല, കഴുത്തിൽ കുരുക്കിട്ടിട്ടാ ഞാൻ വിളിക്കുന്നത്. വൈകി വന്നാൽ മതി, പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ലല്ലോ, എന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. ഒരു മനസമാധാനം തരത്തില്ല. The number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു.
ഞാനിപ്പോഴും പറയും, അതിനൊക്കെ കാരണം അവളായിരുന്നു. അവളുടെ പിടിവാശികൾ സ്വസ്ഥത എടുത്തതുകൊണ്ടും മാത്രമാണ് ഞാൻ എന്റെ കടമകൾ മറന്നത്. ഡ്രൈവറെ, വണ്ടി തോണ്ടേ ആ പെട്ടികളുടെ സൈഡിലോട്ട് നിൽക്കും. ഓരോ ചായ കുടിക്കാം. സ്ത്രീകൾക്കുള്ള പങ്കിനെ കുറിച്ച് വേണ്ട, ഇനി സ്ത്രീവിരുദ്ധമായി ചിന്തിച്ചെന്നും പറഞ്ഞെന്നും വേണ്ട. നമുക്കിടയിൽ സംഭവിക്കുന്ന ചില അപകടങ്ങൾക്ക് പിന്നിൽ ചിലരുടെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ കോടികളുടെ പൊതുമുതലിന്റെയും എത്രയോ മനുഷ്യരുടെ ജീവന്റെ സുരക്ഷാ ചുമതലയുള്ള ജീവനക്കാരനായിരുന്നു ഞാൻ. എന്നിട്ടും എന്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പേരിൽ ഞാൻ എന്റെ ചുമതലകൾ മറന്നു ദുരന്തത്തിന് വഴിവെച്ചു. അതുപോലെ എത്രയോ പേരുടെ ജീവിതം കൊണ്ട് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ, വാതക പ്ലാന്റിലെ, അമോണിയം പ്ലാന്റിലെ അങ്ങനെ അപായകരമായ സുരക്ഷാ ജോലിക്കാർ, അവരുടെയൊക്കെ ഭാര്യമാർ എന്റെ ആശയെ പോലായവരുടെ ദുരന്തം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സാറേ? ഞാൻ ചിന്തിച്ചിട്ടില്ല, പക്ഷെ താൻ ഒരുപാട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണെന്ന് മനസ്സിലായി കേട്ടാ. എന്നിട്ടും താൻ എവിടെയും എത്തിയില്ലല്ലേ? എത്തിയതാകട്ടെ ജയിലിൽ. അങ്ങനെ തന്നെ സാറേ. ഞാൻ പണ്ട് നന്നായി കഥകൾ എഴുതുമായിരുന്നു, കവിതയും. ദേശപോഷണി വായനശാലയുടെ കയ്യെഴുത്തു മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്നു ഞാൻ. നന്നായി കവിത ചൊല്ലും, പ്രസംഗിക്കും, മോഹൻലാലടക്കം പലരുടെ മിമിക്രിയും ചെയ്യും. ഇപ്പോഴല്ല സാറേ, പണ്ട്. പക്ഷെ എന്നാ ചെയ്യാനാ, ഒരൊറ്റ വിവാഹം പോലെ എല്ലാം നശിപ്പിക്കുക. താനപ്പോ ശരിക്കും ഒരു കല്യാണ വിരുദ്ധനും സ്ത്രീ വിരുദ്ധനൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല സാറേ, ഇല്ല സാറേ. പക്ഷെ ഒന്നുറപ്പാ സാറേ, വിവാഹം ഒരുവന്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ ഇതുവരെ തുടർന്നു വന്ന ജീവിതത്തെ ഏതൊരു വഴിയിലൂടെ ചാല് വെട്ടി ഒഴുക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല സാറേ. ചിലർക്കത് നല്ലതായിട്ട് വരും, ചിലർക്കത് ദോഷമായിട്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോടീശ്വരൻ പരിപാടിയിൽ സുരേഷ് ഗോപി പറയുന്ന പോലെ ഒരൊറ്റ വിവാഹം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ. അല്ല ഗിരീഷ് ഭായ്, താൻ പിന്നെ എന്തിനാണ് ഈ ചാടിപ്പോയത്? അതിന്റെ
എല്ലാത്തിനും കാരണക്കാരിയായ അവളെ കൊല്ലാനായിരുന്നു. ആ കോപ്പ താനവളെ കൊന്നിട്ടാ വന്നേക്കണേ. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ സത്യം പറയാ. നിങ്ങളുടെ കണ്ണുകെട്ടി ചോടിപ്പോയ ദിവസം എൻ്റെ വീടിന് ചുറ്റും പോലീസ് ഉണ്ടാവുമെന്ന് എനിക്കുറപ്പായിരുന്നു. പാതിരാത്രി കഴിഞ്ഞ് കാവൽ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ചാണ് ഞാൻ വീടിനകത്ത് കയറുന്നത്. അതും ആരെയും വിളിച്ചുണർത്താതെ ഇളകിക്കിടന്ന ഓടാമ്പലകത്തി മാറ്റിക്കൊണ്ട്. എന്ത് അതിക്രമമായി കാണിച്ചത്? പോലീസുകാർ പലവട്ടം നിന്നെ തിരക്കി ഇവിടെ വന്നിരുന്നു. വരുമല്ലോ, നിങ്ങൾ ഉറങ്ങിയില്ലേ? ഞാൻ വരുന്നോ? അല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാറില്ല. പകലാണെങ്കിലും ഞാൻ ഉറങ്ങുമ്പോ അവിടെ ഇരിക്കും, അവിടെ ഉറങ്ങുമ്പോ ഞാനും. ആശ അവളെന്തെങ്കിലും കടുകയെ കാണിക്കുന്നുള്ള പേടിയുണ്ട്. ആ പേടി അസ്ഥാനത്തല്ലെന്ന് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നിനക്ക് മനസ്സിലാകും. അവളെ ചൊല്ലി നിങ്ങൾ ഇന്ന് ഉറക്കം കളയേണ്ടി വരില്ല. ആ കഴിവേറെ നമ്മളെ കൊല്ലാനല്ല വന്നത്. പതിനാലിന്റെ കൂടെ ഒന്നുകൂടെ അത്രയും ഉള്ളു. അവൾ ഒറ്റ ഒരുത്തി കാരണമായി ഇതെല്ലാം സംഭവിച്ചത്. അവളെന്നെ ജീവിക്കണ്ട സാർ. എവിടെ ഗിരി വന്നല്ലോ. ഇനി ഇവന്റെ പെണ്ണിന് ഇവൻ കാവലിരിക്കട്ടെ. നീ പോയി കുറച്ചു നേരം കിടന്നുറങ്ങ്. എനിക്കൊന്ന് ഉറങ്ങണം. അവൻ വന്നത് ആശയ്ക്ക് കാവലിരിക്കാനല്ല, അവളെ കൊല്ലാനത്ര. അവൻ എന്തായാലും ചെയ്യട്ടെ. അല്ലെങ്കിലും അത് തന്നെയാ നല്ലത്. പാവം പിടിച്ചൊരു പെൺകൊച്ചിനെ കെട്ടിക്കൊണ്ടു വന്നിട്ട് ഈ വിധമാക്കിയില്ലേ, കൊല്ലുന്നത് തന്നെയാ നല്ലത്. മനസ്സിലായില്ല. മനഗിരി, ആശയുടെ ഭാഗത്തുനിന്നും തെറ്റുപറ്റിയിട്ടുണ്ടാകും. തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ അവളെ കുറ്റം പറയാൻ പാടില്ല. അവളുണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ തെറ്റുകളും, അങ്ങനെ എല്ലാം അവൾക്ക് നിന്നോടുള്ള സ്നേഹക്കൂടുതലും ഉണ്ടായിരുന്നടാ. അവളോട് നീ സംസാരിക്കാത്തതിന്റെ പേരിൽ, അവളോടൊപ്പം യാത്ര പോവാത്തതിന്റെ പേരിൽ, അങ്ങനെ എന്തൊക്കെയോ എല്ലാം അവൾക്ക് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടായിരുന്നത്.
ഒരർത്ഥത്തിലെല്ലാം ശരിയാണ് താനും. എടാ, ദിവസത്തിൽ എത്ര മണിക്കൂറാ നീ സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കാറുള്ളത്, അവരോടൊപ്പം ചിലവഴിക്കാറുള്ളത്? എടാ മോനെ, അതിന് 4-1 നീ നിന്റെ ഭാര്യയോട് സംസാരിക്കാറുണ്ടോ? അവളോടൊപ്പം ചിലവഴിച്ചിട്ടുണ്ടോ? ആശേ, വിടാതെ എങ്ങോട്ടാ പോകുന്നെ? നിക്ക് മോളെ. മോനെ. കണ്ടോ കണ്ടോ, ഗിരീഷേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് വിശ്വാസമായിരുന്നല്ലോ. ഇപ്പോഴോ ഗിരീഷേട്ടാ, ഞാൻ എത്രയോ പ്രാവശ്യം ഇവരോട് പറഞ്ഞതാ, ഞാൻ വിളിച്ചോണ്ടാ ഗിരീഷേട്ടൻ പവർ സ്റ്റേഷനിൽ പോലെയെന്ന്. എല്ലാം എന്റെ കുറ്റം കൂടിയാ ഗിരീഷേട്ടാ. ഇങ്ങോട്ട് നോക്കിയേ, ഞാനും ഗിരീഷേട്ടനോടൊപ്പം ജയിലിൽ കിടന്നോളാം. ഓ, ഞാനും വരുവാ ഗിരീഷേട്ടന്റെ കൂടെ. ഞാൻ ഗിരീഷേട്ടാ, ഒറ്റയ്ക്ക് എനിക്ക് പറ്റില്ല ഗിരീഷേട്ടാ. ഗിരീഷേട്ടനെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ഒരു നിമിഷം പോലും എനിക്കാവില്ല ഗിരീഷേട്ടാ. ആശയ്ക്ക് എന്നോടുണ്ടായിരുന്ന ഭ്രാന്തമായ സ്നേഹത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞത് ആ നിമിഷത്തിലായിരുന്നു. ആശയ്ക്കെന്നല്ല, ഒരുവിധം ഭാര്യമാർക്കെല്ലാം ഉള്ള ആസ്വാർത്ഥപൂർണമായ സ്നേഹം എൻ്റെ ആശയ്ക്ക് ഒത്തിരി അധികമായിരുന്നു, ഭ്രാന്തമായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് ഗിരീഷേട്ടനോട് വിരോധം തോന്നിയിട്ടുള്ളൂ. അതിലേറ്റവും വിഷമം തോന്നിയത് കുട്ടിക്കൃഷ്ണമാമന്റെ ഗൃഹപ്രവേശത്തിന്റെ അന്ന് ഗിരീഷേട്ടനെ ജയേഷ് ഉണ്ണാൻ വിളിച്ചില്ലേ? അന്നേരം അവിടെ വിവിധയുടെ ശിവൻ, ധന്യ, കവിതയുടെ ആങ്ങളെയും ഭാര്യയും അങ്ങനെ എല്ലാവരും നിൽക്കണുണ്ട്. അതെന്താ ഗിരീഷേട്ടൻ ആശയിച്ചിയുടെ കൂടെ ഉണ്ണാനിരിക്കാത്ത എന്ന് തമാശക്ക് ചോദിച്ചപ്പോ ഗിരീഷേട്ടൻ എന്താ പറഞ്ഞേ? പിന്നെ അവള് കഴിക്കണത് അവിടെ വയറ്റിലേക്കും ഞാൻ കഴിക്കണത് എന്റെ വയറ്റിലേക്കും, പിന്നെ ഒരുമിച്ചിരുന്നിട്ട് എന്നാത്തിനാന്ന്. അന്നേരം വിവിധ ചിരിച്ചൊരു ചിരിയുണ്ട്, അതിന്റെ കൂടെ കൂടി ഗിരീഷേട്ടനും ചിരിച്ചു. ഓർമ്മയില്ലാന്നാണോ? അതിന്റെ പേരിൽ 3 ദിവസം ഞാൻ ഗിരീഷേട്ടനോട് മിണ്ടാതെ നടന്നു. എന്നിട്ടും ഓർമ്മയില്ലെന്ന് പറഞ്ഞാ നീ മിണ്ടാതെ നടക്കുന്നത് അതിനാണെന്ന് എനിക്കറിയണ്ടേടി. അങ്ങനെ വെച്ചാ ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോണില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം ഓർമ്മയില്ലാന്ന് ഗിരീഷേട്ടൻ പറയും. പിന്നെ ഗിരീഷേട്ടൻ പുതിയതായി ഏത് ഡ്രസ് ഇട്ടാലും ഞാൻ അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ ഞാൻ എന്നാൽ ഗിരീഷേട്ടൻ തന്നെ എടുത്തു തന്ന ആ സാരി എടുത്ത് മുന്നിൽ വന്നു നിന്നിട്ടും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോ? അഭിപ്രായം പറഞ്ഞില്ല എന്നല്ല, പിന്നെ കുറ്റവും പറഞ്ഞു. ഗൗരവമുള്ള ഒരു ചർച്ചയിലും ഉൾക്കൊള്ളിക്കാൻ പോലും പറ്റാത്ത ചില കാര്യങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. സത്യത്തിൽ ജീവിതത്തെ നയിക്കുന്നത് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങൾ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്കെന്നിട്ടും ബോധ്യപ്പെടാൻ പലതും ബാക്കിയുണ്ടായിരുന്നു. ഞാനത് ചോദിച്ചപ്പോഴാണ് ആശേ,
നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലെന്നും ശ്രദ്ധിച്ചില്ലെന്നും സ്നേഹിച്ചില്ലെന്നും ഒക്കെ നീ പറയുന്നു. അതേസമയം നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോടി? എന്താ പറഞ്ഞേ? ഞാൻ ഗിരീഷേട്ടനെ സ്നേഹിച്ചിട്ടുണ്ടോന്നോ? ഈശ്വര, ഞാൻ എന്റെ ഗിരീഷേട്ടനെ സ്നേഹിച്ചിട്ടുണ്ടോന്നോ? ഇത്രയൊക്കെ ആയിട്ടും ഗിരീഷേട്ടനത് മനസ്സിലായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ എന്റെ ഗിരീഷേട്ടനെ സ്നേഹിച്ചിട്ടുണ്ടോന്ന്? ഈശ്വര, ഞാൻ എന്റെ ഗിരീഷേട്ടനെ സ്നേഹിച്ചിട്ടുണ്ടോന്ന്? എനിക്കിനി ജീവിക്കണ്ട. ഇതെന്താണോ ഗിരീഷ് ഭായി ഇങ്ങനെ? എങ്ങനെ? അത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യയോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പെരുമാറാനാ? ഞാൻ ആ ചേച്ചിയുടെ വശത്താ. എന്നിട്ട് താൻ എങ്ങനെ സോൾവ് ചെയ്തു? ഷോക്ക് കൊടുക്കേണ്ടി വന്നു. ഞാനല്ല, നിക്മാൻസ് മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് സ്നേഹം മുഴുഭ്രാന്തിലെത്തിച്ചൊരു യുവതിയെ അടക്കി നിർത്താൻ അവർക്കതേ വഴിയുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എന്നെ പിടികൂടിയ പ്രോഗ്രാം സ്ഥലത്തിന്റെ 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ആശുപത്രി. ആശമോളെ, ആശേ, അവന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 വർഷം. അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ, കരുതി കൂട്ടിയൊന്നും അല്ലല്ലോ. നല്ല വക്കീലല്ലേ മോളെ കേസ് വാദിക്കുന്നത്? പിന്നെന്താ മോളെ? ആശമോളെ, ആശേ, കഴിച്ച മരുന്നിന്റെയാ. കുറച്ച് സമയം ഇങ്ങനെ തന്നെയാ. അതിന്റെ മയക്കം വിട്ട നല്ല ബോധത്തോടെ സംസാരിക്കും. ഞാൻ ഇവളിനോട് ചോദിക്കുക, അമ്മേ, ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ ഗിരീഷ് ഏട്ടനോട് പെരുമാറേണ്ടിയിരുന്നതെന്ന്. അപ്പൊ നീ എന്ന് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല. ആശമോളെ, മോൾ അങ്ങനെ തന്നെയായിരുന്നു അവനോട് പെരുമാറേണ്ടിയിരുന്നത്. പക്ഷെ എന്റെ മോനത് മനസ്സിലാക്കിയില്ല കുഞ്ഞെ. എല്ലാം നിനക്കവനോടുള്ള സ്നേഹക്കൂടുതലും ഉണ്ടായിരുന്നെന്ന്. ഗിരീഷിന്റെ അച്ഛനമ്മ അതെ, ഇത് ഭാര്യ ആശ. അപ്പൊ കറക്റ്റാണ്. വൈശാല, ഇങ്ങ് വാടി. ഡേയ്, നമ്മുടെ വാടി. മോളെ, ദേ മോൻ വന്നിരിക്കുന്നു. മോളെ, മോളെ. മാഷേ, കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ പറ്റിച്ചിട്ടാണ് ഗിരീഷ് ഭായി ചാടിപ്പോയത്. അല്ല, ഞങ്ങളെന്നെയാണ് പൊക്കിയതും. പോണ വഴിക്ക് ഗിരീഷ് ഭായി ചില കഥകളൊക്കെ പറഞ്ഞു കേട്ടാ. അതൊക്കെ കേട്ടപ്പോ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാതെ. പെങ്ങളെ, ഇത് ഗിരീഷ് ഭായി പറഞ്ഞിട്ടല്ല കേട്ടാ. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഗിരീഷ് ഭായിക്ക്.
ഇനി വല്ല വിരോധമുണ്ടോടി എന്നോട് നിനക്ക്? ഒരിക്കൽ പരിപ്പ് കറി ഗിരീഷേട്ടന് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞോണ്ട അമ്മ വെള്ളരിക്ക കറി വെച്ച്. പക്ഷെ ഗിരീഷേട്ടൻ അത് തൊട്ട് നോക്ക പോലും ചെയ്തില്ല. നാളെ കേട്ടു. ഇങ്ങനെ എന്തെന്ന് ദ്രോഹ നിങ്ങൾ ഈ മഹാഭാവത്തിനോട് ചെയ്ത് കൂട്ടിയിരിക്കണത്? എന്തിനായി പെങ്ങളോട് കാട്ടിക്കൊണ്ട് ഈ ദ്രോഹത്തിന് പുറത്ത് ഇദ്ദേഹത്തെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് പറഞ്ഞു വിടാനുള്ള പണികളൊക്കെ നോക്കാം കേട്ടാ. ഗിരീഷ് ഭായ് പോയാലോ? ഒരാണിന് 2 ജന്മം വേണമെന്ന് തോന്നുന്നു. ഒന്ന് ഭർത്താവായി ജീവിക്കാനും മറ്റൊന്ന് അവനവനായി ജീവിക്കാനും. നിന്നെ ഭർത്താവായി ജീവിക്കാൻ വേണ്ടി മാത്രം ഞാൻ പരിവസം. കാരണം ആ ജന്മം മതി. എനിക്കറിയാടി, അതാ അതിന്റെ ഒരു ശരി. മഹേഷണ, ഇതിപ്പോ ഒരു നാടകമാണെങ്കിൽ, അതായത് നമ്മുടെ ഗിരീഷ് ഭായിയുടെ ഈ ജീവിതാനുഭവങ്ങളും നമ്മളുമൊക്കെയുള്ള ഈ സംഭവങ്ങൾ ഒരു നാടകത്തിലായിരുന്നെങ്കിൽ ആരെങ്കിലും സമ്മതിച്ചു തരും. പോട്ടെ, നമ്മുടെ വാസൂട്ടേട്ടന്റെ നാടകത്തിൽ തന്നെ അത് കൂട്ടിക്കോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതില് നാടകീയതയില്ലല്ലോ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഞ്ചിഞ്ചി കേസല്ലാതെ സന്ദേശമില്ലല്ലേ, മെസ്സേജ്. ശരിയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് ലോക മഹായുദ്ധങ്ങൾക്ക് പിറകിൽ പോലും ഇത്തരം അഞ്ചി ഇഞ്ചി കേസുകൾ ഉണ്ടാവുമെന്ന. വേണ്ട, നമ്മുടെ സനാതന ചരിത്രത്തിലെ കുരുക്ഷേത്ര യുദ്ധം പോലും ഇതുപോലെ പിച്ചതിന്റെയും മാന്തിയതിന്റെയും നോക്കിയതിന്റെയും ഒക്കെ പുറത്തുണ്ടായ കച്ചറയല്ലാണ്. പറയുമ്പോ എല്ലാം മഹായുദ്ധം. ഓ തല്ലടേ, നമ്മുടെ സംഘടനന്റെ കടയിൽ വെട്ടം കണ്ടു കേട്ടാ. വണ്ടി അങ്ങോട്ട് ഒതുക്കണേ, നമുക്ക് ഓരോ ചായകൾ കൂടി കുടിച്ചിട്ട് പോവാം. മക്കളെ,
മക്കളെ, നമ്മുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടായാലേ ഈ ലോകത്തിന് സമാധാനം ഉണ്ടാവും. ഈ ലോകവും കുടുംബവും തമ്മില് അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. എന്നാ സാറേ